ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച എ മോഡൽ ഫോർ ട്രൂ കോഗ്നിഷൻ ഫോർ പ്രോഗ്രാമേഴ്സ്. അപ്പൊ ഇപ്പൊ പ്രോഗ്രാമേഴ്സിന്റെ പൊതുവെ കണ്ടുവരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എംപെരിക്കൽ എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ എന്താ പറയാ എംപെരിക്കൽ നോളജിനാണ് കൂടുതൽ എംഫസൈസ് പൊതുവെ കൊടുക്കുന്നത് കാണുന്നത്. അത് കുറച്ചും കൂടി ഒരു സ്കിൽ ഫോക്കസ്ഡ് ആയിട്ടാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടില്. അപ്പൊ അത് ഇറ്റ് വിൽ ഗീവ് യു റിസൾട്ട് ഇൻ ദ ഷോർട്ട് റൺ. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞാലും എന്താ പറയാ മിക്ക സ്ഥലത്തും എഫക്റ്റീവ്ലി 1 ഇയർ എക്സ്പീരിയൻസ് 10 ടൈംസ് ഓവർ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ചെയ്യുന്ന ആക്ടിവിറ്റീനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് കാണാത്തതിന്റെ ഒരു കുഴപ്പമാണെന്നാണ് ഒരു ഇന്റേണൽ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ എങ്ങനെയാണ് കുറച്ചും കൂടി ഒരു പ്രോഗ്രാമർ അയാളുടെ ഹൊറൈസൺ ബ്രോഡൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അപ്പൊ അങ്ങനെ നമ്മൾ എങ്ങനെ ബ്രോഡൻ ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് ഒരു ക്വിക്കായിട്ട് സ്ക്രിബിൾ ചെയ്ത നോട്ട്സ് ആണ്. 4 ആസ്പെക്റ്റിൽ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഇത് ചെയ്യാറുണ്ട്. ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഐഡിയ, അതായത് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ടൂൾ, ലീനിയർ ആൾജിബ്ര, അത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പൊ ലോജിക്കലി ഇപ്പൊ ലീനിയർ ആൾജിബ്ര നമുക്ക് എടുക്കാം ഫോർ എക്സാമ്പിൾ. അതായത് ഇപ്പൊ മെഷീൻ ലേണിംഗിന്റെ കാലവും കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഇമേജ് പ്രോസസ്സിംഗിലും ഫിനാൻസിലും ഇനിയിപ്പോൾ ഒപ്റ്റിമൈസേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പൊ ലീനിയർ ആൾജിബ്രയുടെ കാര്യമാണെങ്കിൽ ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഐഡിയ. അപ്പൊ എന്താണ് ലീനിയർ ആൾജിബ്ര? ഓക്കെ, അതായത് അതൊരു ബിസിനസ്മാൻ വ്യൂ ആണത്. അതായത് ഒരു സബ്ജക്റ്റ്, ഓക്കെ, ലീനിയർ സിസ്റ്റംസ് മോഡൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലിസം, പ്രൈമർലി വെക്ടേഴ്സ് ആൻഡ് മെട്രിസസ് ആണ് ലീനിയർ ആൾജിബ്രയുടെ പ്രതിപാദന വിഷയം. ചില ആൾക്കാർ, കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആൾക്കാർ പറയും ടെൻസർ ഉണ്ടെന്ന്. ഇനി അതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം? അതായത് ലീനിയർ ആൾജിബ്രൈക് ടൂൾസ്, ഇപ്പൊ മെട്രിസസിന്റെ ഡിറ്റർമിനന്റ് കാണാം. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ സാധനം ഒരു 2D സ്പേസിൽ 2 ലൈൻ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന കാണാൻ വേണ്ടി ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ എന്താ പറയാ അത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഡിറ്റർമിനന്റ് ഉണ്ടായത്. പക്ഷേ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞ സാധനം ഒരു മെട്രിസസ് ആയിട്ട് റിയലി അസോസിയേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ഡിറ്റർമിനന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഓഫ് ലൈൻ ഇന്റർസെക്ഷനിലാണ് വന്നത്. പക്ഷേ 1858 ആർതർ കെയ്ലി മെട്രിസസ് ഫോം ചെയ്യണം. അപ്പോൾ ഡിറ്റർമിനന്റ് 1690s ഉള്ളൊരു കോൺസെപ്റ്റാണ്. പക്ഷേ എന്താ പറയാ മെട്രിസസ് കണ്ടുപിടിക്കപ്പെടുന്നത് 1858 അപ്പോൾ ഈ ഡിറ്റർമിനന്റ് ഒരു മെട്രിക്സ് റീഫോർമുലേഷൻ ഉണ്ടായതുകൊണ്ട് പൊതുവെ മെട്രിസസിന്റെ കോണ്ടെക്സ്റ്റിലാണ് ആൾക്കാർ ഡിറ്റർമിനന്റ് എൻകൗണ്ടർ ചെയ്യണത്. കാരണം മിക്ക ആൾക്കാരും ഡിറ്റർമിനന്റ് മെട്രിസസ് ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്യണത്. അപ്പോൾ അത് ഒരു പലപ്പോഴും എന്താ പറയാ ഇപ്പൊ ആ ഹിസ്റ്ററി അറിയാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചിലപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ വെക്ടേഴ്സ്, മെട്രിസസ്, ഈവൻ ക്വാട്ടർണിയോൺ, ഇതൊക്കെ റഫ്ലി 1840 to 1860 ബ്രിട്ടനിലാണ് ഇത്. ബ്രിട്ടൻ, അയർലൻഡ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഐൽസിലാണ് ഈ ഐഡിയ പൊതുവെ വന്നത്. അതാണ് എന്താ പറയാ എപ്പോഴാണ് 1840 to 60 ആണ് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഐൽസിലാണ് ഇത് ഉണ്ടായത്. ഇനി ആരാണ്? ഐസക് റോമൻ ഹാമിൽട്ടൺ. പിന്നെ വേറെ ഓരോ വെക്ടർ വേറെ ആരും കൊണ്ടാണ്. പിന്നെ മെട്രിസസ് ആർതർ കെയ്ലിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഹിസ്റ്ററിയും ഇവരുടെ വർക്കും ഇപ്പൊ ഇത് കണ്ടുപിടിക്കുന്ന കാലത്ത് മാത്തമാറ്റിക്സിന്റെ സ്റ്റേറ്റ് ഓഫ് ദി അഫയേഴ്സ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു അപ്രീഷിയേറ്റ് മെട്രിക്സ് ആൾജിബ്ര ഇൻ മച്ച് മോർ മാനർ. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ സബ്ജക്റ്റിന്റെ ഹിസ്റ്ററി. അപ്പോൾ ഇതിപ്പോ ലീനിയർ ആൾജിബ്ര എനിക്ക് വായി തോന്നിയപ്പോൾ ഇങ്ങനെ ഞാൻ എടുത്തതാണ്. അത് ഇറ്റ് ക്യാൻ ബി ഫോർ എക്സാമ്പിൾ എന്താ പറയാ ഇപ്പോൾ ഡിസൈൻ പാറ്റേൺസ് ആവാം ഒരു എക്സാമ്പിൾ കൂടി. അപ്പോൾ ആ ഡിസൈൻ പാറ്റേൺസ് എന്ന് പറഞ്ഞ സാധനം ഒരു ഫോർമൽ മൂവ്മെന്റ് ആയത് 1990s തുടക്കത്തിലാണ്. അതായത് എറിക് ഗാമ, ജോൺ ബ്ലിസിഡ്സ്, പിന്നെ അങ്ങനെ 4 പേര്, ഗ്യാങ് ഓഫ് 4 എന്നാണ് അവർ വിളിക്കുന്നത്. അവർ 1994 ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പേർട്സിന്റെ ഐഡിയാസ് കാറ്റലോഗ്
ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ക്ലോൺ എക്സ്പേർട്സ്. അല്ലെങ്കിൽ നമ്മൾ അപ്രന്റീസ് മോഡലിൽ എല്ലാവരും ട്രെയിൻ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ യു ക്യാൻ റെപ്ലിക്കേറ്റ് ഗുഡ് ഐഡിയാസ്. ഗുഡ് മീൻസ് ഫാസ്റ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആയിട്ടാണ് ഡിസൈൻ പാറ്റേണിനെ പൊതുവെ കാണുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല, ഇപ്പൊ ഡിസൈൻ പാറ്റേൺ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ കോണ്ടെക്സ്റ്റിൽ ഗ്യാങ് ഓഫ് 4 ആണ് പ്രൈമറി. 23 പാറ്റേൺസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കിടെക്ചർ ആണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാറ്റേൺസ് ഓഫ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഉണ്ട്. ഈ പിന്നെ ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ, ഇതൊക്കെ ഓരോ കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കാൻ പറ്റും. എന്തിനാണ് പാറ്റേൺസ് എന്നുള്ളതും നമുക്കൊരു റിസർച്ചറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു വൈ ഓഫ് പാറ്റേൺസ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഈ പാറ്റേൺ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US, ജർമ്മനി, അങ്ങനെ പല സ്ഥലത്തുള്ള റിസർച്ചേഴ്സ് ഇന്റർനാഷണൽ കൊളാബറേഷനോടെയാണ് ഡിസൈൻ പാറ്റേൺ മൂവ്മെന്റ് വന്നത്. 1994 സെമിനൽ ബുക്ക് പബ്ലിഷ് ചെയ്തത്. പിന്നെ 2001 പൊസാ കാറ്റലോഗ് 1996 മുതൽ 2001 വരെയാണ് അങ്ങോട്ടാണ് പാറ്റേൺസ് ഓഫ് സോഫ്റ്റ്. ഇപ്പൊ ഇതിനൊക്കെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇപ്പൊ കീ പീപ്പിൾ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഗ്യാങ് ഓഫ് 4 ആണെങ്കിൽ റിഗാമയുടെ പേരാണ് പൊതുവെ കയറി വരുന്നത്. പിന്നെ എന്താ പറയാ, ഈ DDDയുടെ കേസിലാണെങ്കിൽ റിക്കി വാൻസ് 2004. ഇനിയിപ്പോ മറ്റേ പാറ്റേൺസ് ഓഫ് എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ ആണെങ്കിൽ മാർട്ടിൻ ഫൗളർ. അപ്പൊ ഈ മാർട്ടിൻ ഫൗളർ, റിക്കി വാൻസ്, പിന്നെ കുറെ തോട്ട് ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരുടെ കുറെ കീ ബുക്സും സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഓഫ് ദി ഇൻഡസ്ട്രി അറിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു അപ്രീഷിയേറ്റ് ഡിസൈൻ പാറ്റേൺസ് മച്ച് ബെറ്റർ. അപ്പോൾ ഇതിപ്പോ അവിടെ മാത്രമല്ല, ഇപ്പൊ ജാവ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇപ്പൊ ജാവ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ 1995 അല്ലെങ്കിൽ 1996 ഇത് ചെയ്തു. ക്രിട്ടിക്കൽ മാസ് എത്തിയത് 2001 അങ്ങനെയൊക്കെയായി. അപ്പോ MVC ഫ്രെയിംവർക്ക് ഫസ്റ്റ്, അതായത് അപ്പാഷെ സ്ട്രക്ട്സ് വരുന്നത് ജാവയിലേക്ക് അപ്പോഴാണ്. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണ് ടെക്നോളജി എന്താ പറയാ ഈ ഇൻജസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അറിവ് ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഗ്രാസ്പ് തിങ്സ് മച്ച് ബെറ്റർ. ഇപ്പൊ സ്പ്രിങ്ങിന്റെ ആണെങ്കിലും without understanding the history of the platform which you work and key people responsible for the or movers and shakers of respective discipline, അവരെ കുറിച്ചൊക്കെ അറിഞ്ഞത് നല്ലതായിരിക്കും. അപ്പൊ ഈ വാട്ട്, വൈ, ഹൗ, അതിനെയാണ് ഒബ്ജക്റ്റീവ് നോളജ് എന്ന് പറയുന്നത്. വാട്ട് എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു ബിസിനസ്മാൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഹൗ എന്നുള്ളത് ഒരു ടെക്നീഷ്യൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. വൈ എന്ന് പറഞ്ഞത് ഒരു റിസർച്ചർ സയന്റിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂവിലാണ്. എഞ്ചിനീയർ ഓസിലേറ്റ്സ് ബിറ്റ്വീൻ ഹൗ ആൻഡ് വൈ. അപ്പൊ ഒരു ട്രൂ എഞ്ചിനീയർ ഹൗ പെട്ടെന്ന് മാസ്റ്റർ ചെയ്തിട്ട് വൈയിലോട്ടുള്ള ഒരു പ്രയാണം നടത്തും. ചിലപ്പോൾ അയാളെത്തില്ലായിരിക്കാം. പക്ഷെ അപ്പൊ അങ്ങനെയാണ് ഈ 4 പേര്. അതായത് ബിസിനസ്മാൻസ് വ്യൂ ഇസ് വാട്ട്, അവന്റെ ടെക്നീഷ്യന്റെ വ്യൂ ആണ് ഹൗ, റിസർച്ചറിന്റെ വ്യൂ ആണ് വൈ. ഈ രണ്ടും, ഈ ഹൗവും വൈയുടെയും ഇടയിൽ എഞ്ചിനീയേഴ്സ് ഓസിലേറ്റ് ചെയ്യുന്നു. ഇതാണ് പൊതുവെ ഒബ്ജക്റ്റീവ് നോളജിനെ കുറിച്ച് പറയാനുള്ളത്. എന്ന സ്ഥാനത്ത് ഈ സയൻസ് വാല്യൂ ന്യൂട്രൽ ആണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ, വെൻ, വൈക്ക് വലിയ ഇതില്ല എന്നുള്ളതാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. സയൻസ് ഇപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല സയന്റിസ്റ്റുകളുടെ വർക്കിനെ അവരുടെ മോറൽ ആൻഡ് എത്തിക്കൽ കൺസേൺസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ ചാൾസ് ഡാർവിൻ, ബീയിങ് എ ആർഡന്റ് ഫോളോവർ ഓഫ് റിലീജിയൻ, പുള്ളിക്ക് ഭയങ്കര ഇഷ്യൂസ് ഒക്കെ പുള്ളിയുടെ കണ്ടുപിടുത്തം കാരണം, പുള്ളിയുടെ ഹൈപ്പോത്തസിസ് കാരണം ഉണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ വളരെ ഇത് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഫർദർ റിസർച്ചിനെയൊക്കെ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഈവൻ ഹുനോസ് അവരുടെ വിഷനെയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മറ്റേ റാഫേൽ വിമാനമോ ഈ വിമാനമൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ നാരങ്ങ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ISRO സയന്റിസ്റ്റുകൾ മറ്റേ തേങ്ങ ഉടയ്ക്കുന്നതിനെയും ശ്രീഹരിക്കോട്ടയിലും പൂജാരി വരുന്നതിനെ കുറിച്ചൊക്കെ പൊതുവെ ക്രിറ്റിസിസം ഉണ്ട്. പക്ഷെ അത് ഇതൊന്നുമല്ല. അതായത് വാല്യൂ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഒരു എന്താ പറയാ ഒരു മിത്താണെന്നാണ് പറയുന്നത്. ഇപ്പൊ റൂബർട്ട് ഷെൽഡ്രിക്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് വളരെയേറെ സംസാരിക്കാറുണ്ട്. അപ്പോ ബേസിക് ഐഡിയ എന്താ പറഞ്ഞു കഴിഞ്ഞാല് വാട്ട്, ഹൗ, വൈ, വേർ, വെൻ, ഹു, ഈ 6 കാര്യങ്ങളാണ് പൊതുവെ നമ്മുടെ നോളജിനെ ബാധിക്കുന്ന കാര്യം. അപ്പൊ നമ്മുടെ ഈ സെഷൻ നമ്മൾ കുറച്ച്
റിമാർക്കബിൾ വ്യക്തികൾ അല്ലെങ്കിൽ ഏജൻസിനെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ പോണെ. പിന്നെ അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ സം കേസ് സ്റ്റഡീസ് ഓഫ് റിമാർക്കബിൾ ഏജൻസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആദിമ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഗോഡ്ഫ്രിഡ് ലെബനിറ്റ്സ് ഈച്ചിങ്, ഓക്കെ, അല്ലെങ്കിൽ ഐച്ചിങ് എന്ന് നമ്മൾ പറയുന്ന ബുക്കിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബൈനറി നമ്പർ സിസ്റ്റം വെസ്റ്റേൺ ഹെമിസ്ഫിയറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഈ ജോർജ് ബൂൾ 1854 ബൈനറി ബൂളിയൻ ആൾജിബ്ര ഡിസൈൻ ചെയ്യുകയും സോ ഇറ്റ് വാസ് വൈഡ്ലി അഗ്രീഡ് ദാറ്റ് എന്താ പറയുക, സീറോസ് ആൻഡ് വൺസ് ആർ ദ വേ ടു എൻകോഡ് നമ്പേഴ്സ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. പിന്നെ ഈ 1854 തൊട്ട് മുമ്പ് തന്നെ പഞ്ച്ഡ് കാർഡ്, മറ്റേ ജാക്കർഡ് ലൂം, അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക പല പാറ്റേൺസ് ഒക്കെ എൻകോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം മാതിരിയാണ്. ഈവൻ ലേറ്റ് 1970s വരെ മറ്റേ പഞ്ച് കാർഡ്, മറ്റേ ഇൻപുട്ടിന് വേണ്ടി ഈ മൈക്രോ പ്രോസസ്സറൊക്കെ കണ്ടുപിടിക്കുക. 1971 ഫസ്റ്റ് കമേർഷ്യൽ മൈക്രോ പ്രോസസ്സർ വരുന്നത്. അതിന് മുമ്പ് പഞ്ച് കാർഡാണ് ഉപയോഗിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഡേവിഡ് ഹിൽബർട്ടിന്റെ റിമാർക്കബിൾ പ്രോഗ്രാം ടു റെഡ്യൂസ് മാത്തമാറ്റിക്സ് ടു ലോജിക്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 1890 മറ്റേ ചാൾസ് ബബേജും അഡാ ലവ്ലേസ് ഒക്കെ ഡിഫറൻഷ്യൽ എഞ്ചിനോ അങ്ങനെ ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് ബിൽഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കമ്പ്യൂട്ടേഷൻ എന്നുള്ള ഒരു ഐഡിയ, ഒരു എന്താ പറയുക, ഒരു മാത്തമാറ്റിക്കൽ ലെവലില് അലോൺസോ ചർച്ച് എന്ന് പറഞ്ഞ ഒരാളാണ് കൊണ്ടുവന്നത്. ഡേവിഡ് ഹിൽബർട്ടിന്റെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അയാളുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അലൻ ട്യൂറിങ് തൊട്ടടുത്ത കൊല്ലം ട്യൂറിങ് മെഷീൻ പ്രപ്പോസ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ട്യൂറിങ് മെഷീനാണ് ഫസ്റ്റ് മോഡൽ ഫോർ എ തിയറട്ടിക്കൽ കമ്പ്യൂട്ടർ. പിൽക്കാലത്ത് ലാംഡ കാൽക്കുലേറ്റർ തന്നെ പ്രെഡിക്കേറ്റ് ലോജിക്കും കമ്പ്യൂട്ടേഷന്റെ മോഡലായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡേവിഡ് ഹിൽബർട്ടിന്റെ പ്രോഗ്രാം, അലൻ ട്യൂറിങ്, ജോൺ വാൻ ന്യൂമാൻ, ഈ 3 റിമാർക്കബിൾ ആൾക്കാരുടെ എഫേർട്ടാണ് കമ്പ്യൂട്ടേഷൻ ദ വേ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ക്ലോഡ് ഷോണനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നെ പറയും. പിന്നെ സം റിമാർക്കബിൾ സയന്റിസ്റ്റ് എവരി പ്രോഗ്രാമർ ഷുഡ് നോ. ഇപ്പൊ ആൽബർട്ട് ഐൻസ്റ്റൈൻ, അയാളുടെ വർക്കിനെ കുറിച്ച് ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു ജർമ്മനിയിൽ ജനിച്ച ഒരു സയന്റിസ്റ്റ് ആണ്. ഇസ് എ ജൂയിഷ് സയന്റിസ്റ്റ് ആണ്. പുള്ളി രണ്ടാം ലോക യുദ്ധത്തിന്റെ സമയത്ത് ഹിറ്റ്ലർ ജ്യൂസിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, ആ പേര് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും, IAS, അവിടെയാണ് ഈ യൂറോപ്പിൽ നിന്നുള്ള ബ്രൈറ്റ് മൈൻഡ്സിനെയൊക്കെ കൊണ്ടുവന്നിരുന്നത്. ആൻഡ് അവിടെയാണ് മറ്റേ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്നുള്ള മൂവിയുടെ പശ്ചാത്തലം. അതാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, ന്യൂജേഴ്സിയിലെ. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ നോബൽ പ്രൈസ് കിട്ടിയത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണെങ്കിലും ഐൻസ്റ്റൈൻ്റെ ഫണ്ടമെന്റൽ കോൺട്രിബ്യൂഷൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ്. പക്ഷേ പുള്ളിക്ക് ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സിന്റെ കേസിലൊക്കെ പുള്ളി കുറച്ച് എന്താ പറയുക, ഈ കോൺട്രവേഴ്ഷ്യൽ റിമാർക്ക് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഹി വാസ് സപ്പോസ് ടു ബി ദ പ്രൈം മിനിസ്റ്റർ ഓർ പ്രസിഡന്റ് ഓഫ് ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഇസ്രായേൽ വെൻ ഇറ്റ് വാസ് supposed to come to existence, or when it came to existence in 1948. പിന്നെ നീൽസ് ബോർ ആണ് ഇപ്പോൾ എന്താ പറയുക, കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, അതിനെക്കുറിച്ച് ഈ ജോൺ വാൻ ന്യൂമാൻ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എർവിൻ ഷ്രോഡിംഗർ, അങ്ങനെ കുറേ സയന്റിസ്റ്റുകളുടെ വർക്കിനെ കുറിച്ച് അറിയുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു സയന്റിസ്റ്റ് എന്ന നിലയിൽ, മാത്തമാറ്റീഷ്യൻ എന്ന നിലയിൽ ക്ലോഡ് ഷോണിന്റെയും ഇൻഫർമേഷൻ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവരെ കുറിച്ചും ഇവരുടെ വർക്കും ഇവരുടെ ബയോഗ്രഫിയും ഇവരുടെ കാലഘട്ടമൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഹാവ് എ എന്താ പറയുക ബ്രോഡർ വ്യൂ ഓഫ് ദി IT, IT അല്ല, അതായത് പ്രോഗ്രാമിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. പിന്നെ ഓഫ് കോഴ്സ് റോൾ ഓഫ് ഫിലോസഫേഴ്സ്. ഇപ്പോൾ ബർട്രൻഡ് റസൽ, ബർട്രൻഡ് റസൽ ഒരു ഫിലോസഫർ മാത്രമായിരുന്നില്ല, മാത്തമാറ്റീഷ്യനാണ്. ഡേവിഡ് ഹിൽബർട്ടിന്റെ പ്രോഗ്രാംസിലൊക്കെ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വെൽ നോൺ ഫോർ ഹിസ് ബാർബർ പാരഡോക്സ്, പ്രൂഫ് തിയറി ഓഫ് ക്ലാസസ്, അതിലൊക്കെ ഫണ്ടമെന്റൽ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആളാണ് റസൽ. ആൻഡ് ഈസ് എ റിമാർക്കബിൾ ഇൻഡിവിജ്വൽ വെയർ എവരിവൺ ഷുഡ് നോ. ഇവിടെ കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ട്. ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ളൊരു ബുക്ക് എന്താ പറയുക, ഈ കോൺക്വസ്റ്റ് ഓഫ് ഹാപ്പിനെസ് എന്നുള്ളതാണ്.
that will be a book which is valid for 1,000 years എന്ന് പറയുന്നത് ബർട്ടൺ റസലിന്റെ കോൺക്വസ്റ്റ് ഓഫ് ഹാപ്പിനെസ്. അത് അയാളുടെ മകന് ഫീസ് കൊടുക്കാൻ വേണ്ടി പൈസ ഇല്ലാത്തപ്പോൾ പുള്ളി എഴുതിയ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. പക്ഷേ ഇറ്റ്സ് ഈവൻ ആഫ്റ്റർ 100 years ഓക്കെ അതിന്റെ പകിട്ടൊന്നും പോയിട്ടില്ല. റസലിന്റെ അതർ ബുക്സ് എന്താ വെച്ചാൽ ഫിലോസഫി ഓഫ് മാത്തമാറ്റിക്സ് ഉണ്ട്, പിന്നെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, പ്രിൻസിപ്പിൾസ് ഓഫ് മാത്തമാറ്റിക്സ്, പിന്നെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക 3 volume. അത് വായിക്കാൻ ആർക്കെങ്കിലും പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ ഫിലോസഫി, ദാറ്റ് ഈസ് സംതിങ് വിച്ച് എവരിവൺ ഷുഡ് റീഡ്. അത് മാത്തമാറ്റിക്സിനെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഡിസ്ക്രീറ്റ് മറ്റേ ഫങ്ഷൻ സെറ്റ് റിലേഷൻ അതിനെക്കുറിച്ചൊക്കെ നല്ല ലുസിഡ് പ്രോസിൽ എഴുതിയിട്ടുണ്ട്. യു വിൽ ബി ഏബിൾ ടു സീ മാത്തമാറ്റിക്സ് ഇൻ എ ബെറ്റർ ലൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് കക്ഷി എന്ന് പറഞ്ഞാൽ ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻ ആണ്. ഇപ്പോൾ ഫാമിലി റിസംബ്ലൻസ് തിയറം അത് പുള്ളിയുടെ ക്രെഡിറ്റിലാണ്. അതായത് ഇപ്പോൾ ഡക്ക് ടൈപ്പിംഗ് എന്ന് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ പറയുമ്പോൾ ഇഫ് സംതിങ് വാക്സ് ലൈക്ക് എ ഡക്ക് ക്വാക്സ് ലൈക്ക് എ ഡക്ക് ഇറ്റ്സ് എ ഡക്ക്. അത് ഇപ്പം ആ ഒരു ഇഡിയം മറ്റേ ഒരു എന്താ പറയുക മുന്നോട്ട് വെച്ചത് ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻ ആണ്. ഇനി നമ്മൾ നോം ചോംസ്കി, ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഈ നോം ചോംസ്കിയുടെ ആക്ടിവിറ്റി എന്താണെന്ന് പറയാം, ഇംഗ്ലീഷിലെ ലോങ്ങസ്റ്റ് വേർഡാണ് ആൻറ്റി ഡിസെസ്റ്റാബ്ലിഷ്മെന്റേറിയനിസം എന്നങ്ങാണ്ടാണ് ആ വാക്കിൻ്റെ ഇത്. അപ്പോൾ ആൻറ്റി ഡിസെസ്റ്റാബ്ലിഷ്മെന്റേറിയൻസ് അതായത് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയൊക്കെ പോരാടുന്ന ഒരാളായിട്ടാണ് പൊതുവേ ഇപ്പം കേരളത്തിലെ സാധുക്കളൊക്കെ നോം ചോംസ്കിയെ വാഴ്ത്തുന്നത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നോം ചോംസ്കി ഒരു പ്രഭാഷണം നടത്താൻ വന്നപ്പോൾ അവിടെ ഈ സാധുക്കന്മാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആള് കേരളത്തിലൊരു അറിയപ്പെടുന്ന വ്യക്തിയാണ്. അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറഞ്ഞത് എന്താണെന്ന് അവിടെ ഇരിക്കാൻ ആർക്കും മനസ്സിലായില്ല എന്നാണ്. അപ്പം നോം എവറാം ചോംസ്കി എന്നാണ് ഉള്ളവര്. ഹീസ് എ ജൂ. ബട്ട് നമ്മൾ ഇപ്പോൾ പ്രോഗ്രാമേഴ്സ് പുള്ളിയോട് കടപ്പെട്ടിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് ചോംസ്കി ഹൈറാർക്കി എന്ന് പറഞ്ഞ സാധനം മുന്നോട്ടേക്ക് വെച്ചത്. അപ്പം ചോംസ്കി ഹൈറാർക്കി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നിങ്ങൾക്ക് 4 ടൈപ്പ് ഓഫ് ഗ്രാമേഴ്സ് ഉണ്ടെന്നാണ്. ടൈപ്പ് 4 or ടൈപ്പ് 3, അത് 0 എന്നാണ് 1 എന്നാണ് തുടങ്ങിയെന്ന് പറഞ്ഞിടാ. ട്യൂറിംഗ് മെഷീൻ എന്നാണ് അതിനെ പറയുന്നത്. ട്യൂറിംഗ് മെഷീൻ അല്ല, സോറി, ടൈപ്പ് 3നെ റെഗുലർ ഗ്രാമർ അഥവാ റെഗുലർ എക്സ്പ്രഷൻ, അത് ഈ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ടൈപ്പ് 3 അല്ല 2 ഓർ ടൈപ്പ് 3 ആവും. ഓക്കെ, അത് ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ യു കൗണ്ട്. ടൈപ്പ് 3ൽ മറ്റേ എന്താ പറയുക കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയും. ഇപ്പോൾ ഇഫ് യു വാണ്ട് ടു പാഴ്സ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ വെച്ചിട്ട് പറ്റില്ല. അപ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പുള്ളി റെഗുലർ എക്സ്പ്രഷൻ ജാവാസ്ക്രിപ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന റെഗുലർ എക്സ്പ്രഷൻ എഴുതാമോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ പുള്ളി ഒരു ഹോസ്റ്റൈൽ മോഡലാണ് അത് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഉരുളക്കുപ്പേരി അല്ലെങ്കിൽ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിച്ചു പുള്ളിയത്. അപ്പോൾ പുള്ളി REC പഠിച്ച ഒരാളാണ്. അപ്പോൾ RECയിൽ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി NFA DFA എന്നൊക്കെ പറഞ്ഞ എന്താണ്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതൊക്കെ വെറുതെ പുസ്തകത്തിൽ എഴുതിയൊക്കെ അല്ലേ, കോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ലക്ലി ഫോർ മീ ഞാൻ NFA DFA എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അയാൾ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷന് ബാക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, മെമ്മറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഒരിക്കലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പാഴ്സ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു ടോക്കൺ എടുക്കാനേ അതുകൊണ്ട് ഗുണമുള്ളൂ, നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്ന സ്ഥാനത്ത് നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ വരുമ്പോൾ നമുക്കൊരു പുഷ് ഡൗൺ സ്റ്റാക്ക് ഉണ്ട്, നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതാണ്. പിന്നെ മൂന്നാമത്തെ എനിക്ക് ഒരു ടൈപ്പ് 3 ടൈപ്പ് 2 അല്ലെങ്കിൽ ടൈപ്പ് 1 ഡിപ്പെൻഡിങ് അപ്പോൺ ദ വേ യു കൗണ്ട്. അവിടെ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ വരും. പിന്നെ നാലാമത്തെ ടൈപ്പ് 0 അല്ലെങ്കിൽ ടൈപ്പ് 1 അതിനെ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയും. ഇങ്ങനെ 4 ലാംഗ്വേജ് ഹൈറാർക്കി. അത് നോം ചോംസ്കിയുടെ സംഭാവനയാണ്. സോ ആഫ്റ്റർ ബീങ് എ ലിംഗ്വിസ്റ്റ് ഹി did contribute to the theory of computer science a lot, but then he began even now political activism is still strong. He's well into his 90s.
ഓക്കെ, ഇനിയിപ്പോ റിമാർക്കബിൾ ബുക്ക് എവരി പ്രോഗ്രാമർ ഷുഡ് നോ. അതായത് ഡഗ്ലസ് ഹോഫ്സ്റ്റാഡർ എന്ന് പറഞ്ഞൊരു റിസർച്ചർ ഉണ്ട്. പുള്ളി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഫിലോസഫറാണ്. പിന്നെ പുള്ളി സയന്റിഫിക് അമേരിക്കനിലൊക്കെ എഴുതും. ഒരു പ്രൊലിഫിക് ഓതറാണ്. കുറെ ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അയാളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഗോഡൽ, എഷർ ആൻഡ് ബാക്ക് ആണ്. അപ്പോൾ ഗോഡൽ, എഷർ ആൻഡ് ബാക്ക്, ലക്ലി ഫോർ മീ, ആഫ്റ്റർ ഒരു ഒരു 15 months ഓഫ് പ്രോഗ്രാമിംഗ് ഞാൻ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ ബുക്ക് കയ്യിൽ കിട്ടുന്നത്. ഇറ്റ് വാസ് എ ഗോഡ് സെൻഡ്. സോ ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ഫോർമൽ സിസ്റ്റംസ്. പിന്നെ റിക്കർഷൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് അന്ന്, ഇത് ഏർലി 90s. ഇപ്പം ഞാൻ ഈ പുസ്തകം എനിക്ക് കൈ കിട്ടുന്നത് 94ലാണ്. അപ്പം അന്ന് റിക്കർഷനെ കുറിച്ചൊക്കെ ഒരു അധികം ഡിസ്ക്രൈബ് ചെയ്യുന്ന ബുക്സ്, കൺസെപ്ച്വൽ ബുക്സ് ഒക്കെ വളരെ കുറവായിരുന്നു. അപ്പം ഗോഡൽ, എഷർ ആൻഡ് ബാക്ക്, ആ ബുക്കിൽ റിക്കർഷനെ കുറിച്ചും അതേമാതിരി തന്നെ എന്താ പറയുക, ഈ എഷറിൻ്റെ വുഡ് വർക്ക്, ഓക്കെ, ഫാൾസ് പെർസ്പെക്റ്റീവ്സ്, ബാക്കിൻ്റെ ഫ്യൂഗ്, അതായത് ഒരു കോർണിക്കോപ്പി ഓഫ് ഐഡിയാസ് ആ ബുക്സിലുണ്ട്. സി നൗ, ഓക്കെ, ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, ഒരു വെസ്റ്റേൺ മെറ്റീരിയൽസിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫിലോസഫി ബുക്കാണത്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് റീഡ്. ഇറ്റ് ക്യാൻ ആക്ച്വലി എന്താ പറയുക, പക്ഷെ പല വീഡിയോസിലൊക്കെ കാണാം. അതായത് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇറ്റ്സ് എ റിമാർക്കബിൾ ബുക്ക് എന്ന് എല്ലാവരും പറഞ്ഞേക്കാം. പക്ഷേ ഈ ഐ യൂസ് ടു റിവർ ദിസ് ബുക്ക് എ ലോട്ട്. പക്ഷെ നൗ ഇപ്പം ഫ്രം എ കൺസെപ്ച്വൽ പോയിന്റ് ഓഫ് വ്യൂ ഇപ്പം എനിക്ക് അല്ല അതിൻ്റെ ഐ ലൈക്ക് ദ ഐഡിയാസ് വിച്ച് ഈ പുട്ട് ഫോർവേഡ്സ്, ബട്ട് അതെല്ലാം ട്രൂ ആണോ അല്ലേ എന്നുള്ളതൊക്കെ ഇപ്പോൾ നൗ ഇറ്റ് ഈസ് ക്വസ്റ്റ്യനബിൾ. പക്ഷേ 1979 ഈ ബുക്ക് എഴുതുമ്പോൾ അന്നത്തെ വേൾഡിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ എന്താ പറയുക സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഹ്യൂജ് ബുക്ക്. ആൻഡ് ഈവൻ നൗ കോഴ്സസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ക്ലബ് ഹൗസിലൊക്കെ പലപ്പോഴും ചർച്ചയൊക്കെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഈ വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ്, ഒരു പ്രോഗ്രാമിങ്ങിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, ഓഫ് കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നല്ല കവറേജ് ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി ഗുഡ് ഓൾഡ് ഫാഷൻ എഐനെ കുറിച്ച്, സിംബോളിക് പ്രോസസ്സിംഗ് ആണ്. പിന്നെ ഇതിൽ ആ ബുക്കിലുള്ള ഒരു കവറേജ് എന്ന് പറഞ്ഞാൽ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അതായത് ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം മൈക്രോ കോഡ് ലെവലിൽ, ഗേറ്റ് ലെവലിൽ, മൈക്രോ കോഡ് ലെവലിൽ, അസംബ്ലി ലാംഗ്വേജ് ലെവലിൽ, അങ്ങനെ 6-7 ലെവൽസിലാണ് പുള്ളി ഈ എന്താ പറയുക ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷനെ കുറിച്ച്, അതൊരു അബ്സ്ട്രാക്ഷനൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും ഒരു എന്താ പറയുക, ഇറ്റ്സ് എ വെരി വെരി ഗ്രേറ്റ് ബുക്ക്. അപ്പോൾ ഇതെല്ലാവരും ഇത് ചെയ്യണം. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ശരത്തും വൈശാഖും ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് us ഡിസ്കസ് ദിസ്. ഓവർ ടു യു ഗൈസ്. അല്ല, ഇത് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെമാൻറ്റിക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യണമെങ്കിൽ, അതായത് ഡിഫറെൻറ്റ് ഓൺടിക് സ്ട്രക്ചേഴ്സ് കണക്ട് ചെയ്യണമെങ്കിൽ ഈ എന്താണ് ഏജൻറ്റ് സെൻട്രിക്കായിട്ട് തിങ്ക് ചെയ്യാണ്ട് പറ്റില്ല. ഏജൻസിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവൻറ്റ്സ് ഓർ പീപ്പിൾ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുക. അതാണ് ഇതിൻ്റെ റെലവൻസ്. അപ്പോൾ ഞാൻ ഈ പോയിൻ്റ് ഓഫ് വ്യൂവിലല്ല സ്റ്റാർട്ട് ചെയ്തത്. ഈവൻ ഇൻ്റലക്ച്വൽ മെച്യൂരിറ്റി വന്നിട്ടും ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡെലിബറേറ്റ് ഒരു അറ്റംപ്റ്റ് ഉണ്ട്. അല്ല, ഇത് ഇപ്പം നിങ്ങൾ പറഞ്ഞതിൻ്റെ ഇത് ഓവർ ദി എയർ ഒരാൾ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് കൺസൾട്ടിങ് എനിത്തിങ് നമുക്ക് റീസൺ ചെയ്യണം, അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയിട്ട് മറ്റേ എന്താ പറയുക ഈ ഡാറ്റ ഇൻജസ്റ്റ് ചെയ്തിട്ട് ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്തിട്ട് ട്രൂത്തിലോട്ട് കൺവേർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രെയിംവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ വാദം. അത് ഇപ്പോൾ ഓവർ ദി എയർ ലേണിംഗ് എന്ന് പറയും. അത് ഞാൻ പലപ്പോഴും ഇപ്പോൾ ഇപ്പം ഞാൻ മെൻറ്റർ ചെയ്യുമ്പോൾ ഫോർ ദ ലാസ്റ്റ് 20 years അറ്റ്ലീസ്റ്റ് ഞാൻ മെൻറ്റർ ചെയ്യുന്ന ആൾക്കാരുടെ കോഡ് ഞാൻ നോക്കാറ് പോലുമില്ല. അവർ ഓവർ ദി ഫോൺ അവർക്ക് എന്താ പ്രോബ്ലം എന്ന് പറയും. അപ്പോൾ ഈ ഡെലിബറേറ്റ് ആണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പൂൺ ഫീഡ് ഞാൻ സ്പൂൺ ഫീഡിങ്ങിൻ്റെ വലിയ
ആരാധകനാണ് കേട്ടോ. കാരണം ആരെങ്കിലും എന്നെ എനിക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ്. പക്ഷേ ഒരു പസൽ എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാനല്ല, ഒരു ശീലം. അതായത് ഒരു ഒരു പുള്ളി ഒരാള് എക്സ്പേർട്ട് ടു എക്സ്പേർട്ട് കമ്മ്യൂണിക്കേഷന് ഒരു യൂണിവേഴ്സൽ ലെവലിൽ റെഡി ആവണം എന്നുള്ളതാണ് എൻ്റെ ഗോള്. അപ്പം ആ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എന്താ പറയുക, ഐഡിയാസ് ഫ്രം സയൻസ്, ഫിലോസഫി, മാത്തമാറ്റിക്സ്, പിന്നെ കീ ഇവൻറ്റ്സ് ഇൻ ദ ഇൻ്റലക്ച്വൽ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്, പർട്ടിക്കുലർലി ഇൻ റിലേഷൻ ടു കമ്പ്യൂട്ടർ സയൻസ് ഇമ്പോർട്ടൻസ് ആവുന്നത് ചെറുത്. അപ്പോ ഈ മറ്റേ എന്താ പറയാ, ഈ സാക്മാൻ ഫ്രെയിംവർക്ക് എന്നൊരു സാധനം കണ്ടിട്ടുണ്ടോ? സാക്മാൻ ഫ്രെയിംവർക്ക്. സാക്മാൻ ഫ്രെയിംവർക്കിന്റെ 6 കോളംസ് ഇൻസിഡന്റ്ലി, വാട്ട്, വൈ, ഹൗ, വെയർ, വെൻ, വൈ ആ ഓർഡറിലല്ലാന്നുള്ളൂ. some reason. ഇത് നെറ്റ് സ്ലോ അതിൻ്റെ ആണോ? ആയിരിക്കില്ല, വേറെ സൈറ്റ് ഡൗൺ ആയിരിക്കും. കണ്ടില്ലേ ഇത്? കണ്ടിട്ടുണ്ട്. കണ്ടില്ലേ? വൈ, ഹൗ, വാട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് നോളജും, ഹൂ, വെയർ, വെന്ന് മറ്റേ എന്താ പറയുക സബ്ജക്റ്റീവ് നോളജ് എന്ന് പറയാൻ വേണമെങ്കിൽ. ഇപ്പം ഇതൊരു ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇപ്പോൾ കോണ്ടെക്സ്ച്വൽ, കൺസെപ്ച്വൽ, ലോജിക്കൽ, ഫിസിക്കൽ, ഡീറ്റെയിൽ, അത് പല രീതിയിൽ വരും. ടെക്നീഷ്യൻ നോളജ്, എഞ്ചിനീയറിംഗ് നോളജ്, ആർക്കിടെക്റ്റ്, അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ ഗ്രിഡ് ഒരു നല്ലതാണ്. പക്ഷേ എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഇങ്ങനെ ക്വസ്റ്റനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ കണ്ടുപിടിച്ചത്, ഓ ഇത് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതാണ് ഇതിന്. പിന്നെ നമുക്ക് ഡേവിഡ് ഇൽബർട്ടിനെ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ആർക്കെങ്കിലും ഷോട്ട് എടുക്കാവോ? ഡേവിഡ് ഇൽബർട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്? ഡേവിഡ് ഇൽബർട്ട് 23 പ്രോബ്ലംസ് എന്താണ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൻ്റെ ഒരു സൗണ്ട് സ്റ്റഡി ആക്കാം എന്നുള്ളത്, ലോജിക്കിലോട്ട് ഗ്രൗണ്ട് ചെയ്യാം എന്നുള്ളത്. 1850s ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ മാത്തമാറ്റിക്സിൽ ഇങ്ങനെ പുതിയ ടൂൾസും പല കമ്പ്യൂട്ടേഷണൽ ടെക്നിക്സ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, മാത്തമാറ്റിക്കൽ അനാലിസിസ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ടായ സീരീസ്, കൺവെർജൻസ് ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്തമാറ്റിക്കൽ അനാലിസിസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനും ഉപയോഗിക്കണത് തന്നെ കാൽക്കുലസ് ഉപയോഗിച്ച് തന്നെ കാൽക്കുലസ് പഠിക്കുന്നതുകൊണ്ട് കഴിഞ്ഞപ്പോൾ ഇത് ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി ഡേവിഡ് ഇൽബർട്ടാണ് ഫസ്റ്റ് എഫേർട്ട് എടുത്തത്. അത് 1900 ബൊളോണ എന്ന് പറഞ്ഞ സ്ഥലത്താന്ന് തോന്നുന്നു. ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഇതിൽ ഹിൽബർട്ട്സ് 23 പ്രോബ്ലം തന്നെ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. പുള്ളി 23 പ്രോബ്ലം 1900 വിച്ച് വിൽ ഡിസൈഡ് ദ ഡയറക്ഷൻ ഓഫ് മാത്തമാറ്റിക്കൽ റിസർച്ച് എന്നാണ് ഈ ഡേവിഡ് ഇൽബർട്ടിൻ്റെ പ്രോബ്ലം. അതിലെ പ്രോബ്ലം നമ്പർ 2
ആൻഡ് പ്രോബ്ലം നമ്പർ 10 അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് തന്നെ. ഇപ്പൊ പ്രോബ്ലം നമ്പർ 2 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻ മാത്തമാറ്റിക്സ് ബി റെഡ്യൂസ് ടു ലോജിക്. പ്രോബ്ലം നമ്പർ 10 എന്താന്ന് വെച്ചാൽ ക്യാൻ ലോജിക് ബി മെക്കാനിക്കലി വെരിഫൈഡ്. അപ്പോൾ ഈ മറ്റേ ഹിൽബർട്ട്സ് സെക്കൻഡ് പ്രോബ്ലം അത് ആണ് മറ്റേ എന്താ പറയാ ഈ കേർട്ട് ഗോഡൽ പൊളിച്ചത്. ഓക്കെ, ഇപ്പൊ കേർട്ട് ഗോഡൽ പറഞ്ഞെന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഹിൽബർട്ട് പ്രോഗ്രാം വന്നപ്പോ കൺസിസ്റ്റൻസി, കംപ്ലീറ്റ്നെസ് ആൻഡ് ഡിസൈഡബിലിറ്റി 3 കാര്യങ്ങൾ ഈ എന്താ പറയാ ഈ ഫോർമുലിസത്തിന്, അതായത് ബേസിക് ലോജിക്കും സെറ്റ് തിയറിയും വെച്ച് എൻറ്റയർ മാത്തമാറ്റിക്സ് ഡിറൈവ് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ യു യൂസ് ലോജിക് ഇൻ ഓർഡർ ടു എന്താ പറയുക സെറ്റ് ഓഫ് പ്രമേഴ്സ്. ആ ലോജിക്കിൽ തന്നെ പ്രൊപ്പോസിഷണൽ കാൽക്കുലസും ഉണ്ട്, പ്രെഡിക്കേറ്റ് കാൽക്കുലസും ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ മറ്റേ എന്താ പറയുക സെറ്റ് വെച്ചിട്ട് പോയിന്റ് ക്ലൗഡ് ഉണ്ടാക്കിയിട്ട് റിയൽ നമ്പർ ഉണ്ടാക്കാം. പിന്നെ അതിനെക്കുറിച്ച് അതിനെ പ്ലെയിൻ ആയിട്ട് ജനറലൈസ് ചെയ്യാം, പ്ലെയിനെ സ്പേസ് ആയിട്ട് ജനറേറ്റ് ചെയ്യാം. വൺസ് യു ഗെറ്റ് സ്പേസ് യു അബൌട്ട് ഇപ്പോൾ പ്ലെയിൻ കിട്ടിയാൽ തന്നെ മറ്റേ കാൽക്കുലസ് ഓഫ് 1 വേരിയബിൾ ആയി. ഇനിയിപ്പോൾ സ്പേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാൽക്കുലസ് ഓഫ് 2 വേരിയബിൾ, പിന്നെ ഹൈപ്പർ സ്പേസ് വന്നാൽ കാൽക്കുലസ് ഓഫ് 3 വേരിയബിൾ എല്ലാം ചെയ്യാൻ പറ്റുമെന്നാണ് അവർ ഇത് ചെയ്തത്. അപ്പോൾ ഇഫ് യു ക്യാൻ ഡു അരിത്തമാറ്റിക് ദെൻ യു ക്യാൻ ഡു എവറിത്തിങ് എന്നുള്ളതായിരുന്നു ഐഡിയ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അരിത്തമാറ്റിക് ചെയ്തപ്പോൾ തന്നെ കേർട്ട് ഗോഡൽ ത്രൂ ക്ലെവർ എന്താ പറയുക ആർഗ്യുമെന്റ് യൂസിങ് സംതിങ് കോൾഡ് ഗോഡൽ നമ്പറിങ്, പുള്ളി ഈ എന്താ പറയുക മാത്തമാറ്റിക്സ് മറ്റേ അരിത്തമാറ്റിക് എനി സഫിഷ്യൻ്റ്ലി പവർഫുൾ ഫോർമുലിസം വിച്ച് ക്യാൻ ഡിസ്ക്രൈബ് അരിത്തമാറ്റിക് വിൽ ഐദർ ബി കൺസിസ്റ്റൻറ്റ് ഓർ കംപ്ലീറ്റ്, നോട്ട് ബോത്ത്. കൺസിസ്റ്റൻസിക്ക് വേണ്ടി നോക്കുമ്പോൾ കംപ്ലീറ്റ്നെസ് കിട്ടില്ല, കംപ്ലീറ്റ്നെസ്സിന് വേണ്ടി നോക്കുമ്പോൾ കൺസിസ്റ്റൻസി കിട്ടില്ല. അതാണ് ഈ പ്രോബ്ലം നമ്പർ 2. പ്രോബ്ലം നമ്പർ 10 എന്ന് പറഞ്ഞാൽ ഡിസിഷൻ പ്രോബ്ലമാണ്. ക്യാൻ മാത്തമാറ്റിക്സ് ബി മെക്കാനിക്കലി വെരിഫൈഡ്. അതിൻ്റെയും ആൻസർ പറ്റില്ല എന്നാണ്. പക്ഷെ ആ ഒരു പ്രോസസ്സിലാണ് ഇൻഷുറൻസ് പ്രോബ്ലത്തിൻ്റെ അലൻ ട്യൂറിങ് സ്റ്റാബ് എടുത്തപ്പോൾ ട്യൂറിങ് മെഷീനും അലോൺസോ ചർച്ച് അതിനൊരു അത് സോൾവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ ലാംഡ കാൽക്കുലസും ഉണ്ടായി. അപ്പോൾ ഈ അലൻ ട്യൂറിങ്ങിൻ്റെ പേപ്പർ വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ജേർണലിലൊന്നും ശരിക്കും പബ്ലിഷ് ചെയ്യേണ്ടതല്ല. കാരണം അതിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. മാത്തമാറ്റിക്സിന് സ്റ്റേറ്റ്ലെസ് ഡിസിപ്ലിൻ ആണല്ലോ. പക്ഷേ അലോൺസോ ചർച്ചിന് ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ഒരു അതിന് ആ അലൻ ട്യൂറിങ്ങിൻ്റെ ഫോർമലിസത്തിനൊരു അലൻ ട്യൂറിങ് ഇതിനൊരു മാത്തമാറ്റിക്കൽ ലെവലിലാണ് ഡിസ്ക്രൈബ് ചെയ്തെങ്കിലും പുള്ളി ഒരു മെക്കാനിക്കൽ ജീനിയസ് ആയിരുന്നു. അപ്പോൾ പുള്ളി ഇതിനൊരു മെഷീനായിട്ടാണ് പുള്ളി അതിനെ വിഭാവനം ചെയ്തത്. അതുകൊണ്ടാണ് മിക്ക എന്താ പറയുക ഈ പ്രാക്ടിക്കൽ മെഷീൻ ട്യൂറിങ് മെഷീനിൽ അധിഷ്ഠിതമായ വോൺ നോയ്മാൻ ആർക്കിടെക്ചറാണ് അറ്റ്ലീസ്റ്റ് CPUs ഒക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം നമ്പർ 2യുടെ കോണ്ടെക്സ്റ്റിലാണ് മറ്റേ ഈ ബാർബർ പാരഡോക്സ് വന്നത്. അതായത് ഒരു നാട്ടിൽ ഈ മാത്തമാറ്റിക്സിൽ സെൽഫ് റെഫറൻസ് ഉണ്ടെന്നുള്ളതൊരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ സെൽഫ് റെഫറൻസ് ഇല്ലാത്ത സെറ്റ് തിയറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാർമലനോ ഫ്രാങ്കൽ സെറ്റ് തിയറിയോ അങ്ങനെ കുറേ ആക്സിയം ഓഫ് ചോയ്സ് എന്നൊക്കെ പറഞ്ഞ കുറേ സാധനമുണ്ട്. അപ്പോൾ ഈ ഹിൽബർട്ടിൻ്റെ പ്രോഗ്രാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ്സ് ഓഫ് മാത്തമാറ്റിക്സ് മാത്രമല്ല, ലിമിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടേഷനും കൂടി അതിലുണ്ടെന്നാണ് റോജർ പെൻറോസ് അവകാശപ്പെടുന്നത്. അത് അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ടേക്ക്? അല്ല, അത് പുള്ളിയുടെ എക്സാക്ട് പ്രൂഫ് നമുക്ക് ഡിസ്കസ് അത് ഇത് ചെയ്യേണ്ടി വരും. അല്ല, അതിൽ പുള്ളി പറയുന്നത് ഷാഡോസ് ഓഫ് ദ മൈൻഡിലല്ലേ ഡിസ്കസ് ചെയ്യുന്നത്? രണ്ടിലുണ്ട്, എംപറേഴ്സ് ന്യൂ മൈൻഡ് ഉണ്ട്, ഷാഡോസ് ഓഫ് ദി മൈൻഡ് ഉണ്ട്, രണ്ടും കൂടി. അല്ല, എനിക്ക് മനസ്സിലായത് മറ്റേ കമ്പ്യൂട്ടേഷണൽ അല്ല എന്നുള്ളതാണ്. ഈ അത് കോൺഷ്യസ്നെസിന്റെ കോണ്ടെക്സ്റ്റില്. അതായത് ഉള്ള ആർഗ്യുമെന്റ് എന്താ വെച്ചാൽ ഇഫ് കോൺഷ്യസ്നെസ് ക്യാൻ ബി റെഡ്യൂസ് ടു
കമ്പ്യൂട്ടേഷൻ. ദെൻ മറ്റേ ഈ ഗോഡൽസ് ഇൻകംപ്ലീറ്റ്നെസ് തിയറം ഈസ് ആക്ച്വലി എന്താ പറയുക, ഒരു തെളിവാണ് അത് അതിന് ലിമിറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായത്. അതെ അതെ, പുള്ളി ഒരു കെയർഫുൾ സാധനം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഒരു, എന്നിട്ടാണ് പുള്ളി അതിലോട്ട് എത്തിക്കണം. അല്ല പറഞ്ഞു. എനിക്ക് പുള്ളിയുടെ ആർഗ്യുമെന്റ്, ഞാൻ ആ ബുക്ക് ശരിക്കും ഷാഡ് ഓഫ് ദി മൈൻഡാണ് ഞാൻ ആദ്യം വാങ്ങിച്ചത്, മനസ്സിലായല്ലേ? അതായത് 1994-95 അങ്ങാണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റേ ബുക്ക് അധികം കിട്ടാനില്ലായിരുന്നില്ല. പുള്ളി പക്ഷേ റോഡ് ടു റിയാലിറ്റി എന്നുള്ളൊരു ബുക്ക് പിന്നെ എഴുതി. ആ ബുക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ട്. 100 പേജ്, 100 ഒരു 200 പേജ്, 200 എന്നാണ് 756 പേജ് ഉണ്ടെങ്കിൽ അതിൽ 500 പേജോളം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 300 പേജോളം മാത്തമാറ്റിക്സിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ പ്രോസ എന്താന്ന് പറയാൻ വേണ്ടി പോപ്പുലർ രീതിയിൽ. അപ്പോൾ പുള്ളി അതില് ലാംഡ കാൽക്കുലസിന്റെ, ട്യൂറിംഗ് മെഷീൻ്റെയും ലാംഡ കാൽക്കുലസിന്റെയും ഏറ്റവും ബെസ്റ്റ് പോപ്പുലർ ഡിസ്ക്രിപ്ഷൻ എംബറേഴ്സ് ന്യൂ മൈൻഡിലാണ് ഞാൻ കണ്ടത്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഈ ലാംഡ കാൽക്കുലസ് അന്ന് ആ ബുക്ക് ഞാൻ വാങ്ങിക്കുമ്പോൾ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് അത്ര മെയിൻ സ്ട്രീമിലായിട്ടില്ല. ഞാൻ ആക്സിഡൻ്റലി മറ്റേ സ്കീം പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ചൊരു അവയർനെസ് കിട്ടി. പിന്നെ ഗോഡലേശ്വർ ബാങ്കിൽ അതിൽ പരാമർശമുണ്ട്. അപ്പോൾ ഡേവിഡ് ഹിൽബർട്ടിന്റെ പ്രോഗ്രാം, പിന്നെ ഡേവിഡ് ഹിൽബർട്ടിന്റെ പ്രോഗ്രാം മാത്രമല്ല അത്, അതില് ഹിൽബർട്ടും അയാളുടെ സ്റ്റുഡൻസ്, അതായത് ഗോഡല്, ജോൺ വോൺ ന്യൂമാൻ വരെ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ ആ ഗ്രൂപ്പ് മാത്രമല്ല, റസലും ആൽഫ്രഡ് നോർത്ത് വൈറ്റ്ഹെഡും തമ്മിലുള്ള കൊളാബറേഷനാണ് എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പോൾ ആ 3 വോളിയം പ്രിൻകിപ്പിയ, അത് ഈ റസല് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അത് പ്രോബബ്ലി 6 പേർക്കേ അത് വായിക്കാൻ അറിയുള്ളൂ. 3 പേര് പോളണ്ടുകാരാണ്, അവരെ പ്രോബബ്ലി ലിക്വിഡേറ്റഡ് ബൈ ഹിറ്റ്ലർ എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ അലൻ ട്യൂറിങ്ങിനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ ഡേവിഡ് ഹിൽബർട്ട് അയാളുടെ പ്രോഗ്രാം കുറേ ആൾക്കാർ ഇപ്പോൾ എന്താ പറയുക, പിയാനോസ് അരിത്തമാറ്റിക് അല്ലെങ്കിൽ ഗ്യൂസെപ്പെ പിയാനോ, ഗോഡ്ലബ് ഫ്രേജ്, റസല്, വൈറ്റഡ്, ഈ ട്യൂറിങ്, അപ്പോൾ ശരിക്കും ഒരു കമ്പ്യൂട്ടിങ്ങിനൊരു വളരെയേറെ കോൺട്രിബ്യൂഷൻ നൽകിയിട്ട് ഒരാളെന്നേ പറയാൻ പറ്റുള്ളൂ ഡേവിഡ് ഹിൽബർട്ട്. പിന്നെ ഡേവിഡ് ഹിൽബർട്ടിന്റെ വേറൊരു കോൺട്രിബ്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് മാത്തമാറ്റിക്സ് എന്നൊരു ബുക്ക് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? വായിക്കാൻ പറ്റിയൊരു ബുക്കാണ്, ഹിൽബർട്ട് ആൻഡ് കോറന്റ് എന്നാണ്. ഈ ന്യൂയോർക്കിലൊരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കോറന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ്. അപ്പോൾ ആ റിച്ചർഡ് കോറന്റോ, അത് നല്ല ബുക്കാണ്, ഹിൽബർട്ട് ആൻഡ് കോറന്റ് എന്ന് പറഞ്ഞത്. പിന്നെ മെത്തേഡ്സ് ഓഫ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു ബുക്ക് പുള്ളി എഴുതിയിട്ടുണ്ട്. അത് വായിച്ചിട്ടൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. പുള്ളി ഒരു ഏതാ ഇപ്പൊ മനസ്സിലാവായിരിക്കും കൂളായിട്ട് ചിലപ്പോ. അതായത് ഇപ്പൊ ChatGPT മറ്റേ എന്താ പറയാ മാത്ത് ലാബും ഒക്കെ വെച്ചൊക്കെ ഇരുന്ന് ചിലപ്പോ പറ്റുമായിരിക്കും. ഓ ആ ലെവലിലാണ് സാർ, കമ്പ്യൂട്ടേഷൻ ലെവലിലാണ് മനസ്സിലായില്ല എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല മറ്റേ മാത്തമാറ്റിക്കൽ ഫിസിക്സ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുമ്പോൾ എനിക്ക് പേടിയാവും, മനസ്സിലായ? പിന്നെ എന്റെ ധൈര്യം എന്താണെന്നറിയാം, അത് അറിയാന്ന് പറയുന്ന സോൾവ് ചെയ്യാനെന്ന് അറിഞ്ഞൂടാന്നുള്ള അവരുടെ വർത്താനത്തിൽ അറിയാം. പിന്നെ അവഹരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടായിരിക്കണം. അപ്പൊ അലൻ ട്യൂറിങ്ങിന്റെ കഥ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഓക്കെ, പുള്ളി ഈ കോഡ് ബ്രേക്കിംഗ്, അതായത് നാസി ജർമ്മനി മറ്റേ എന്താ പറയാ അറ്റ്ലാന്റിക് റൂട്ടിലൂടെയാണ് ബ്രിട്ടനിലോട്ട്, അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിലോട്ട് സപ്ലൈ വന്നിരുന്നത്. അപ്പോൾ ആ സപ്ലൈ ഇതിപ്പോൾ ജർമ്മൻ യു ബോട്ട് അല്ലെങ്കിൽ അണ്ടർ ഗ്രൗണ്ടിൽ പോകുന്ന ബോട്ട്സ് ഈ സപ്ലൈ ലൈനിൽ ഷിപ്പിനെ അടിച്ചു കളയുമായിരുന്നു. അപ്പോൾ ഈ എനിഗ്മ എന്നുള്ളൊരു മെഷീൻ വെച്ചിട്ടാണ് ഇവര് എന്താ പറയാ ഈ എൻക്രിപ്റ്റ് ചെയ്തിരുന്നത് ജർമ്മൻ ആർമി. അപ്പോൾ നേവൽ എനിഗ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഈ
ലണ്ടൻ, നോർത്ത് ഓഫ് ലണ്ടനിൽ മിൽട്ടൺ കെയ്ൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അസംബിൾ ചെയ്ത് ബ്ലെച്ച്ലി പാർക്ക് എന്നാണ് അതിൻ്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ നമുക്ക് നെറ്റിലേക്ക് കിട്ടും. അവിടെ ഈ എന്താ പറയുക എനിഗ്മയുടെ കോഡ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ബോംബെ VOMBE എന്നുള്ളൊരു മെഷീനാണ് പുള്ളി ആദ്യം മാനുവൽ ലെവലിലും പിന്നെ ഒരു മെഷീൻ ബിൽഡ് ചെയ്തു എന്നുള്ളതാണ് അലൻ ട്യൂറിങ്ങിന്റെ ക്ലെയിം ടു ഫെയിം. അപ്പോൾ പുള്ളി പിന്നെ പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊളോസസ് എന്നുള്ളൊരു കമ്പ്യൂട്ടറിൽ പുള്ളിയുടെ അതെനിക്ക് എന്തോരം പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അവിടെ ബോംബ് ഒരു റോബിൻസൺ മെഷീൻ, പിന്നെ എന്താ പറയുക ഈ കൊളോസസ്, അങ്ങനെ 3 ഇതാണ് പുള്ളി അലൻ ട്യൂറിങ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്ലെച്ച്ലി പാർക്കിൽ നടന്നത്. പിന്നെ പുള്ളി തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ, പിന്നെ ഏറ്റവും കൂടുതൽ 1950 പുള്ളി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ട്യൂറിംഗ് ടെസ്റ്റ് ഉണ്ട്. ഈ ട്യൂറിംഗ് ടെസ്റ്റിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? ഇപ്പൊ ChatGPT ഒക്കെ കൂളായിട്ട് ട്യൂറിംഗ് ടെസ്റ്റ് ബ്രേക്ക് ചെയ്യില്ലേ? അല്ല, അതൊരു ഫോർമൽ സാധനമായിരുന്നില്ലല്ലോ, അതൊരു എന്താണ് ഒരു ഇൻഡ്യൂഷൻ ആയിരുന്നില്ലേ? അതല്ലേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചൈനീസ് റൂം ആർഗ്യുമെന്റ് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അതൊന്ന് എനിക്ക് കേട്ടാ മനസ്സിലാവും, പക്ഷെ എനിക്ക് എപ്പോഴും മറന്നു പോകുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ല, ചൈനീസ് റൂം ആർഗ്യുമെന്റിൽ പറയുന്നത് ഇപ്പോൾ എന്താ, ചൈനീസ് അറിയാത്ത ഒരാളെ റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പം അയാൾക്ക് അവിടെ കുറേ ഈ റൂൾസും കാര്യങ്ങളും പിന്നെ സിമ്പിൾ മാപ്പിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അകത്തോട്ട് പുള്ളിക്ക് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി ഈ മാപ്പിംഗ് ഒക്കെ നോക്കിയിട്ട് വേറൊരു സാധനം പുറത്തോട്ട് എടുക്കും. അപ്പോൾ ഇംഗ്ലീഷ് കൊടുത്തു കഴിഞ്ഞാൽ ചൈനീസ് മാപ്പ് ചെയ്ത് കിട്ടും നമുക്ക്. അപ്പോൾ അകത്തുള്ള ആൾക്ക് ശരിക്കും ചൈനീസ് അറിയോ ഇല്ലേ എന്നുള്ളതാണ്. അറിയേണ്ട ആവശ്യമില്ലെന്നാണോ? അല്ല, അതിലെ സിസ്റ്റത്തിനെ കാണാം. അവിടെ ആ സിസ്റ്റത്തിന് ചൈനീസ് അറിയുമോ ഇല്ലയോ? അല്ല, അതിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഒരു മെഷീനിന് നമ്മൾ പറയുന്ന കോൺഷ്യസ്നെസ് ഉണ്ടോ അറിയാൻ വേണ്ടി? അല്ല, അതാണ്, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ട്യൂറിംഗ് ടെസ്റ്റ് ഇപ്പൊ ട്യൂറിംഗ് ടെസ്റ്റ് എന്നല്ല അതിനെ പറയണേ ശരിക്കും. അല്ല, ട്യൂറിംഗ് ടെസ്റ്റ് അതിന്റെ വേരിയേഷൻ അല്ലേ ഈ ആർഗ്യുമെന്റ്? അല്ല, അതിനെ ഈ ട്യൂറിംഗ് ടെസ്റ്റ് പിന്നെ അതിനെ പൊളിക്കാനാണ് പുള്ളി ചെയ്തത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഇല്ലേ? അയാള് ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഇന്നാളെ കൂടെ മരിച്ചേ, ഈ ജോൺ സേൾ എന്ന് പറഞ്ഞ ആള്. ഓക്കെ. അപ്പൊ അലൻ ട്യൂറിംഗ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 കിഡിലൻ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ക്രിപ്റ്റോഗ്രഫിയില് അത് അലൻ ട്യൂറിങ്ങിന്റെ മറ്റേ ഈ ബ്ലെച്ച്ലി പാർക്ക് ഹീറോയിക്സും ബ്ലെച്ച്ലി പാർക്കിനെ കുറിച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. കാരണം ഒരു എവരി ഗീക്ക് ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പിന്നെ കൊളോസസ് എന്നുള്ളൊരു ഫസ്റ്റ് കമ്പ്യൂട്ടിങ്ങിന് അത്രത്തോളം സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ബ്ലെച്ച്ലി പാർക്കിലെ ഈ കൊളോസസ് എന്നുള്ള മെഷീൻ. അപ്പൊ ഈ കൊളോസസ് മെഷീൻ നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു ക്ലോണും കണ്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണേ. അവിടെ പോണ ലണ്ടനിൽ നിന്ന് 1 hour ഉള്ളൂ ശരിക്കും. 1 hour അതന്നെ, മിൽട്ടൺ കെയ്ൻസിലോട്ട് പോണ തൊട്ടിപ്പുറത്തുള്ള. എന്തായാലും ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള കുറച്ച് സ്റ്റഡി നടത്തിക്കൊണ്ടാണ് ഞാൻ ഇത് എനിക്ക് പറയാൻ പറ്റി. എനിക്ക് ബേസിക് ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാല് അതിന്റെ സെഷനൊക്കെ എടുത്തിട്ടുണ്ട് മറ്റേ എനിഗ്മയുടെ. അപ്പോ ഡേവിഡ് ഹിൽബർട്ടും അലൻ ട്യൂറിങ്ങും തമ്മിലുള്ള ബന്ധം മറ്റേ എൻഷഡൻസ് പ്രോബ്ലം അല്ലെങ്കിൽ ഹിൽബർട്ട് സ്ട്രെങ്ത് പ്രോബ്ലം തമ്മിലുള്ള ബന്ധമാണ്. നമുക്ക് അടുത്തത് നോക്കേണ്ടത് ജോൺ വോൺ നോയ്മൻ ആണ്. ഓക്കെ, ഞാൻ ന്യൂമാൻ എന്ന് പറയും, പക്ഷെ നോയ്മൻ എന്ന് പറഞ്ഞേ. അപ്പൊ ജോൺ വോൺ നോയ്മനെ കുറിച്ച് എന്താ ഐഡിയ ഉള്ളത്? പുള്ളീനെ പറ്റി എന്താണ്, ഫാദർ ഓഫ് മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടർ, അതായത് ENIAC, ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ. ENIACന്റെ ഫാദറാണ് പുള്ളി, അല്ലെങ്കിൽ ENIACന്റെ മെയിൻ റിസർച്ചറാണ്. പക്ഷെ പുള്ളിനെ വേറെ ഇപ്പൊ കമ്പ്യൂട്ടേഴ്സിൽ ഈ വോൺ നോയ്മൻ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, വോൺ ന്യൂമൻ ആർക്കിടെക്ചറിൽ
അപ്പൊ ഒരുപാട് വർക്കാണ് വോൺ നമ്മൾ ന്യൂമൻ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗിൽ എന്ന് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? അത് ഞാൻ എഞ്ചിനീയറിംഗിൽ പഠിച്ചാണ്. ഒരു ഇൻപുട്ട് ഒരു ഡയഗ്രം ഉണ്ട്. അതിലൊരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ടാവും, പിന്നെ CPU ഉണ്ടാവും, കൺട്രോൾ യൂണിറ്റ്, ALU, മെമ്മറി യൂണിറ്റ്, പിന്നെ ഔട്ട്പുട്ട് ഡിവൈസ്. ഇങ്ങനെ ഒരു ആർക്കിടെക്ചറാണ് വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്ന് അല്ല, പറയുന്നത്. വോൺ ന്യൂമൻ ആർക്കിടെക്ചർ എന്ന് പറയാൻ ശരിക്കാന്നല്ല, സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ എന്ന് പറയും. അതായത് ഡാറ്റയും കോഡും മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാന്നുള്ളതാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പണ്ട് ഡാറ്റയ്ക്ക് വേണ്ടി വേറെ മെമ്മറിയും കോഡിന് വേറെ മെമ്മറിയും എന്നായിരുന്നു ഐഡിയ ഉണ്ടായിരുന്നത്. അതെ, അപ്പൊ അത് ഡയഗ്രാം അല്ല, ഡയഗ്രാം ഇപ്പൊ ആർക്കോണിന് വരയ്ക്കാം. ഡയഗ്രം. അപ്പൊ അതാണ് സ്റ്റോർഡ് പ്രോഗ്രാം. അതായത് സീക്വൻഷ്യൽ കമ്പ്യൂട്ടിങ്ങിന് നല്ലൊരു സാധനമാണ്. പക്ഷേ അതിന് വേറൊരു പേരുണ്ട്, പ്രിൻസിട്ടൺ ആർക്കിടെക്ചർ എന്ന് പറയും. കാരണം പുള്ളി പ്രിൻസിട്ടണിലാണ് ഇത് പഠിച്ചത്. പക്ഷേ GPUs ഒക്കെ ഓടുന്നത് ഹാർവാർഡ് ആർക്കിടെക്ചറാണ്. ഡാറ്റയ്ക്കും മറ്റേ ഈ മെമ്മറിക്കും അല്ല മറ്റേ ഇതിനും കോഡിനും അത് പ്രോസസ്സിങ്ങിനും വേറെ മെമ്മറിയാണ്. അതാണ് പറഞ്ഞത്. അപ്പൊ വോൺ ന്യൂമൻ ആർക്കിടെക്ചർ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏതാണ് വേറെ എന്താണ് പുള്ളിയുടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുന്നതിനെയും. പുള്ളിയാണ് ഫാദർ ഓഫ് ഗെയിം തിയറി. ഓക്കെ, ഇപ്പൊ സ്ട്രാറ്റജി, സീറോ സം ഗെയിം, മിൻമാക്സ് തിയറം, അങ്ങനെ കുറെ എന്താ പറയാ ഗെയിം തിയറി ഒരു വലിയൊരു ഫണ്ടമെന്റൽ കോൺട്രിബ്യൂഷൻ ആണ് പുള്ളിയുടെ. അപ്പോ എനിയാക്ക് പിന്നെ ഈ മാൻഹാട്ടൻ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ ഈ ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ക്വാണ്ടം മെക്കാനിക്സിൽ. പിന്നെ ഓർഡിനൽ ആൻഡ് കാർഡിനൽ നമ്പർ, ട്രാൻസ്ഫൈനൈറ്റ് നമ്പറിന്റെ ഒക്കെ ഡെഫിനിഷൻ പുള്ളി 20ാമത്തെ വയസ്സിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഭയങ്കര ഒരു സോവിയറ്റ് വിരോധിയായിരുന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയനെ എന്താ പറയാ, പുള്ളി ഗെയിം തിയറിയുടെ ഇൻട്രസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രിഎംപ്റ്റീവ് സ്ട്രൈക്ക് ചെയ്യണം, അതിന് ഭയങ്കര ഹോക്കിഷ് അപ്രോച്ച് ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റാണ് പുള്ളിനെ പറയുന്നത്. ഹംഗേറിയൻ ബോൺ ജർമ്മൻ അമേരിക്കൻ എന്നാണ്. ബുഡാപെസ്റ്റിലാണ് ജനിച്ചത്, ജർമ്മനിയിലായിരുന്നു കുറെ എഡ്യൂക്കേഷൻ. അത് കഴിഞ്ഞിട്ട് പുള്ളി അമേരിക്കയിലേക്ക് എമിഗ്രേറ്റ് ചെയ്തത്. അമേരിക്കയിൽ പ്രിൻസിറ്റണിലാണ് പഠിപ്പിച്ചത്. മറ്റേ എന്താ പറയാ, പിന്നെ പുള്ളി ഈ മാൻഹാട്ടൻ പ്രോജക്റ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. വാറ് കഴിഞ്ഞിട്ടും പുള്ളി കുറെ എന്താ പറയാ. അപ്പൊ ഈ ഇങ്ങനെ ഒരു പേര് എനിക്ക് റിമാർക്കബിൾ ആയിട്ട് തോന്നാൻ കാരണം എന്താ പറയുമ്പോ, ജോർജ് ഗാമോവിന്റെ ഒരു ബുക്കുണ്ട്, 1, 2, 3 to Infinity. കേട്ടിട്ടുണ്ടോ ബുക്ക്? ഈ പണ്ട് ഒരു ഫിസിക്സോ ജനറൽ സയൻസിന്റെ ഒരു നല്ല ബുക്കാണ് ജോർജ് ഗാമോ 1, 2. അപ്പൊ അതിന്റെ ഉള്ളില് എന്റെ പ്രിഫേസിൽ ഗാമോ എഴുതുന്നുണ്ട്, ഐ മെറ്റ് മൈ വണ്ടർഫുൾ ന്യൂ ഫ്രണ്ട് മറീന വോൺ ന്യൂമാൻ. എന്തോ പുള്ളി താങ്ക് ചെയ്യുന്നുണ്ട്. ഹു തിങ്സ് ദാറ്റ് ഷീ നോസ് everything more than her illustrious father, but history he knows as എന്താ പറയാ മജാസിയം വന്നു ഷീ നോസ്. അതായത് അപ്പൊ ഒരു അമച്ചർ ഹിസ്റ്റോറിയൻ ആയിരുന്നു എന്ന് പറയണേ ജോൺ വോൺ ന്യൂമാൻ. അപ്പോ അത്രയ്ക്ക് ജോണിനെ കണ്ട പറഞ്ഞ വേറെ ഈ എനിക്കൊരു സാബു പോൾ എന്ന് പറഞ്ഞ പുള്ളിയാണ് പുള്ളിയെ കുറിച്ച് പറഞ്ഞു തന്നെ. അങ്ങനെ ഞാൻ എൻസൈക്ലോപീഡിയ ബൊട്ടാണിക്കലൊക്കെ പോയി ഇതൊക്കെ വായിക്കുമായിരുന്നു. അങ്ങനെ ഈ വീവൺ ഒരാള് പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഇപ്പൊ ഗെയിം തിയറിയുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ എനിക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ചെയ്യാനൊക്കെ പറയായിരുന്നു. ഈ കമ്പ്യൂട്ടർ ഒന്നും ഞങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പറഞ്ഞില്ല. ഇപ്പൊ ഒരാൾ എനിക്ക് പറഞ്ഞു സാബു പോൾ എന്ന് പറഞ്ഞു. അപ്പോ അതൊരു ഇതാണ്. അപ്പോ ഈ ഹിൽബർട്ട് പ്രോഗ്രാം, അലൻ ട്യൂറിങ്, ജോൺ വോൺ ന്യൂമാന്റെ ഇത് ചെയ്ത് കഴിഞ്ഞാല് എന്താ പറയാ. അപ്പൊ ഈ ഇതുണ്ട്, ഇപ്പൊ ജോൺ വോൺ ന്യൂമാൻ എന്താ പറയാ, പുള്ളിക്ക് ജോൺ നാഷിനോടൊക്കെ ഭയങ്കര പുച്ഛമായിരുന്നു കേട്ടോ. പുള്ളിയുടെ കണ്ണിൽ ജോൺ നാഷ് ഒന്നും പോരാ ഇങ്ങനെ. കാരണം ഈ നാഷ് ഇക്വിലിബ്രിയം ഇപ്പൊ ഇങ്ങനെ സബ്ജക്റ്റിലാണല്ലോ. മറ്റേ ജോൺ നാഷും ഉണ്ടായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലെ. അപ്പൊ എന്തോ ഇയാളെ ഇംപ്രസ് ചെയ്യാൻ നോക്കിയിട്ട് ഇങ്ങനെ പിടിച്ച് കാശുകോ എന്തോ ചെയ്തൊരു കഥയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി
ആൽബർട്ട് ഐൻസ്റ്റൈൻ ആൻഡ് ഹിസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇപ്പൊ ജീനിയസ് എന്നുള്ളൊരു പടം കണ്ടു കഴിഞ്ഞാൽ ഒരു ചുരുളമുടി ഉണ്ടായിട്ട് ആ മുടി മുങ്ങിക്കുന്ന ആളെ കാണാം. പക്ഷെ ഐൻസ്റ്റൈൻ വ്യക്തി ജീവിതത്തില് അത്ര വലിയ കക്ഷിയൊന്നും ആയിരുന്നില്ല എന്ന് പറയണേ. 3-4 കല്യാണം കഴിക്കോ, സീരിയൽ അങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ സെൻസിബിലിറ്റി പറഞ്ഞാൽ അയാളുടെ വ്യക്തി ജീവിതം എന്ന് പറയും. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഇപ്പൊ ഈ പുള്ളിയുടെ അല്ല, ഞാൻ ബർട്ടൺ റസൽ ഒരു ബ്രില്യൻ ബുക്ക് എഴുതിയിട്ടുണ്ട്, ദ ABC ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ നമ്മളെല്ലാവരും പഠിപ്പിക്കും. ഒരു സ്വിസ് ഓഫീസിലെ ഒരു പാറ്റേൺ ക്ലർക്ക് വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ തിയറി ഓഫ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നാണ് ആദ്യം ചെയ്തത് അല്ലെ, പിന്നല്ലേ ജനറലിലോട്ട് പോയത്. അപ്പോ ആൽബർട്ട് ഐൻസ്റ്റൈനെ കുറിച്ച് ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മനിയിൽ ജനിച്ചു. ഈ പുള്ളിക്ക് ജർമ്മനിയിൽ ജിംനാസിയം എന്ന് പറഞ്ഞ സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ? വൈശാഖ ജിംനാസിയം എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജിംനേഷ്യം നമ്മുടെ ജിമ്മ് മറ്റേ ഇതൊന്നുമല്ല. ജിംനാസിയം എന്ന് പറഞ്ഞ അടുത്തത് ഹൈസ്കൂളാ. അപ്പൊ അവിടെ എങ്ങനെയാന്ന് വെച്ചാലേ, ഇപ്പൊ നിങ്ങൾ വൈശാഖും ഞാനും തമ്മിലൊരു ഒരു ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നാലേ, ഈ മറ്റേ ബിസ്മാർക്കിന്റെ കാലഘട്ടത്തിലൊക്കെ കേട്ടോ, 1871 ഈ ഐൻസ്റ്റൈൻ 1889 ജനിച്ചേ. അപ്പൊ ആ കാലഘട്ടത്തില് 1955 എന്നാണ് പറഞ്ഞത്, 55. ഈ ഞാനും വൈശാഖം തമ്മിൽ അടിയുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ ഡ്യുവലിന് വിളിക്കും, ദ്വന്ദ്വ യുദ്ധം. അതുകൊണ്ട് അതില് കുത്തിയെ കൊല്ലൂന്ന്. അപ്പൊ ഐൻസ്റ്റൈന് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര വെറുപ്പായിരുന്നു പറഞ്ഞത്. അതേപോലെ പുള്ളിക്ക് ഹിസ്റ്ററി ഒക്കെ എന്തിനാ പഠിക്കണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ സെഷന് എതിരാണ് പുള്ളി. അപ്പം ഏതാ നമ്മുടെ സെഷന് എതിരായിരുന്നു പുള്ളി. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഐൻസ്റ്റൈൻ അങ്ങനത്തെ ബുദ്ധിയൊക്കെ ഉണ്ടായി. നമുക്ക് അതൊന്നുമില്ലല്ലോ. അപ്പോ ഇതാണ്. പിന്നെ ഐൻസ്റ്റൈൻ്റെ എന്താണ്, ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കാറുണ്ട് അല്ലേ? സ്കൂളിൽ പഠിപ്പിച്ച റിലേറ്റിവിറ്റി ഏതാ പറഞ്ഞു. പിന്നെ എന്താണ് ഇപ്പൊ ഇങ്ങനെ കുറച്ചുകൂടി മൈക്കൽസൺ മോർലി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് എർത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ചും പെർപെൻഡിക്കുലർ ആയിട്ടും ലൈറ്റ് വിട്ടപ്പോൾ ഒരേ സ്പീഡിൽ തിരിച്ചു വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ലൈറ്റ് എന്താ പറയാ ലൈറ്റിന്റെ സ്പീഡാണ് ഫണ്ടമെന്റൽ മറ്റേ ലിമിറ്റ് എന്നുള്ളത് ആ മൈക്കൽസൺ മോർലി എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് പുള്ളി ഹൈപ്പോത്തസൈസ് ചെയ്യുന്നത്. പിന്നെ E=mc² പുള്ളിക്കല്ലേ നമ്മള് ഈ മൈക്കൽസൺ മോർലി എക്സ്പെരിമെന്റിലാണോ, അതായത് പുള്ളിയുടെ ഹൈപ്പോത്തസിസിന് കൺഫർമേഷൻ കിട്ടിയത്? അതോ ആണെന്ന് തോന്നുന്നു. കാരണം പുള്ളി അത് ഉപയോഗിച്ചിട്ടാണ് പുള്ളി റിലേറ്റിവിറ്റി സ്ഥാപിക്കാൻ കാരണം. ഇപ്പൊ നമ്മൾ ഈ ലൈറ്റ് ഫണ്ടമെന്റൽ ലിമിറ്റ് ആണെന്നുള്ളത് വരുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച ഒരു ഓർമ്മയാണ്. ഇപ്പൊ mc² m=m0 മാസ് അറ്റ് റെസ്റ്റ് ബൈ √1 - v²/c² എന്ന് പറയുന്നത്. v² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി ദിസ് തിങ്. അപ്പോ √1 - v²/c² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c² ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് റൂട്ട് വരും. അത് നോൺ എക്സിസ്റ്റന്റ് തിങ് ആണല്ലോ. അപ്പോ v² c² ആവില്ലായിരിക്കും. ടൈമും എല്ലാം അങ്ങനെ ഒരു ലൈറ്റ് ബേസിസ് ചെയ്തുകൊണ്ട് മറ്റേ അതാണ് ആബ്സല്യൂട്ട്. ബാക്കിയൊക്കെ റിലേറ്റീവ് ആണെന്നുള്ള രീതിയിലാണ് ഇങ്ങനെ തിയറിയും തോന്നും. മനസ്സിലായില്ലേ? ഏതിനെ ഫിസിസിസ്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ പറയും. അല്ല, അത് റൂപ്പർട്ട് ഷെൽഡ്രേക്ക് പറയുന്ന ഓർമ്മയില്ലേ? അത് തന്നെ ഹാബിറ്റ് ഓഫ് യൂണിവേഴ്സ് ആണെന്ന്. അത് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ? സ്മോൾ തിങ്, അത് അപ്രോക്സിമേഷൻ ആണെന്ന് ഇവര് പറയണ്ടല്ലോ അല്ലെ? എന്തായാലും ആൽബർട്ട് ഐൻസ്റ്റൈനെ കുറിച്ച് അറിയാണ്ട് ഈ ഫിലിപ്പ് ഫ്രാങ്ക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്.
ഈ പ്രാഗ് യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സിന്റെ എന്തോ ഉള്ളായിരുന്നു. അപ്പൊ ഞാനൊരു ദിവസം പറഞ്ഞേ, ഞാൻ അപ്പൊ ഫിലിപ്പ് ഫ്രാങ്കിന്റെ ബയോഗ്രഫിയിൽ കണ്ടു. അതായത് ഈ ഒരു റുമേനിയൻ ബിഷപ്പ് ചോദിച്ചു, ആർ 1939 ആർ ഫിസിസിസ്റ്റ് സ്റ്റിൽ ഇൻട്രസ്റ്റഡ് ഇൻ ഐൻസ്റ്റൈൻസ് തിയറി. അപ്പൊ നമുക്ക് പരിചയമുള്ളൊരു ഫ്രണ്ട് ഉണ്ടല്ലോ, പുള്ളി ഭയങ്കര കത്തോലിക്കായിരുന്നു. അപ്പൊ ഞാൻ ക്രിസ്ത്യാനിറ്റിനെ കളിയാക്കിയെന്ന് പറഞ്ഞ പുള്ളി എന്നെ തല്ലിയില്ലാന്നുള്ളൂ. ഞാൻ ബുക്കിലൊക്കെ കാര്യം കോട്ട് ചെയ്തതാ. ഫിലിപ്പ് ഫ്രാങ്ക്, അത് എന്താ പറയാ, അതൊക്കെ ഒരു 10-19 വയസ്സുള്ളപ്പോ വായിച്ചിട്ടില്ല. നല്ല മഴയുള്ള ഒരു ദിവസം വായിച്ചു നോക്കുക. അപ്പൊ ഇവരോടൊക്കെ എനിക്കൊരു താല്പര്യം എന്താ അറിയാമോ, പണ്ട് ഞാനിങ്ങനെ എന്താ പറയാ പഠിത്തമൊക്കെ വെറുതെ നടക്കുമ്പോ ഈ പുസ്തകമൊക്കെ വായിച്ച് ഞാൻ ഇതൊക്കെ ആവുന്നൊക്കെ ഞാൻ സ്വപ്നം കണ്ടു. അപ്പൊ ഐൻസ്റ്റൈൻ ഇവരുടെ കാര്യങ്ങളൊക്കെ വായിക്കും. ഓക്കെ, അപ്പൊ ഈ നീൽസ് ബോർ, എർവിൻ ഷ്രോഡിംഗർ, പിന്നെ കുറെ ആൾക്കാരുണ്ടല്ലോ അല്ലെ, മറ്റേ ആ ഷോഫർ ആരാണ്, മാക്സ് പ്ലാങ്ക് അല്ലെ, ഇവരൊക്കെ അല്ലേ ക്വാണ്ടം ഫിസിക്സിന്റെ ആൾക്കാര്. നീൽസ് ബോർ ഇസ് വെൽ നോൺ ഫോർ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ. ഈ റിലേറ്റിവിറ്റി വാട്ട് ഈസ് ലൈഫ് എന്നുള്ളൊരു പുസ്തകമുണ്ട്, വായിച്ചിട്ടുണ്ടോ അത്? ഇല്ല, കണ്ടിട്ടുണ്ട്. അത് എർവിൻ ഷ്രോഡിംഗർ എഴുതിയേക്കണം. അപ്പൊ അതില് ഈ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് ഇവര് കണ്ടുപിടിച്ചപ്പോ ഇവർക്ക് പുറത്തു പറയാൻ പേടിയായിരുന്നു. അപ്പോ എർവിൻ ഷ്രോഡിംഗർ എഴുതുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് വേൾഡ് ഫിലോസഫിയിലോ ഹിസ്റ്ററിയിലോ ഈ ഇന്റർഡിപ്പെൻഡൻസിനെ കുറിച്ച് പറയുന്ന എന്തെങ്കിലും ലിറ്ററേച്ചർ നോക്കിയപ്പോ ഇന്ത്യാസ് വേദാന്ത ഫിലോസഫിയാണ് അവർക്ക് എന്താ പറയാ, അത് പുറത്തു പറയാനുള്ള ധൈര്യം ലഭിച്ചെന്ന് അയാൾ എഴുതുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും വേദാന്തികളാണെന്ന് പറയണേ, ഷ്രോഡിംഗറൊക്കെ. അപ്പൊ ഞാനിത് ഒരു ദിവസം കേമഗില് ഗ്രൂപ്പിൽ പറഞ്ഞിട്ട. അപ്പൊ എനിത്തിങ് വേദാന്തമായിട്ട് പറയുന്നതൊക്കെ അപ്പൊ അവിടെ ഇരിക്കുന്ന ഒരുത്തൻ ഈ സെക്കുലർ ആണെന്നോ, ഇതിപ്പേ വേദാന്തത്തെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ, നമ്മൾ എതിർക്കുന്നവരാരും വേദാന്തികൾ തന്നെ എതിർക്കണ എന്താ അറിയാമോ, നമ്മള് വേദാന്തത്തിന് അടി വാങ്ങിച്ചു കൊടുക്കുന്നു മേടിച്ചിട്ടാ. ഇത് നമുക്ക് ഓർമ്മയുണ്ടാവും, നമ്മളെ 2014 ഒരു ബാർ ക്യാമ്പിലെ ഒരു പുള്ളി ശരിക്കും സെഷൻ എടുത്തു, ശരൺ ശിവരാജനോ അങ്ങാണ്ട്. പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോഡേൺ വെസ്റ്റേൺ ഫിസിക്സ് സയൻസ് പറയുന്ന ഈ എന്താ പറയാ എംപിരിക്കൽ, ഫാൾസിഫയബിൾ, റിപ്പീറ്റബിൾ സാധനങ്ങൾ, അതിനൊരു സയന്റിഫിക് ബേസിസ് ഇല്ല എന്നാണ്. നിങ്ങൾ മനസ്സിലായ? അപ്പൊ പുള്ളി അന്നത്തെ മറ്റേ വേദാന്തത്തിന് അടി വാങ്ങിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ ഞാൻ വരെ പുള്ളിനെ എതിർത്തു. പിന്നെയാണ് നമ്മൾ വേദാന്തമൊക്കെ പഠിക്കണേ. അപ്പൊ അവനെന്തോ പറയാനൊക്കെ ഉണ്ടായിരുന്നു അന്ന്, മനസ്സിലായ? നിങ്ങളുണ്ടായിരുന്നു അന്ന് 2000. അതേണ്ട ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് ആ കക്ഷിയെ ഞാൻ കണ്ടിട്ടാ. അപ്പൊ ഞാൻ വേദാന്തത്തെ കുറിച്ചൊക്കെ പറയുമ്പോ പുള്ളി എന്നെ തുറിച്ചു നോക്കണേ, ഞാൻ നോക്കുമ്പോ. അപ്പൊ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, വാട്ട് ഈസ് ലൈഫ് എന്റെ വീട്ടിൽ പോയി തപ്പി, മറ്റേ മുകളിലത്തെ ഷെൽഫിൽ പോയി തപ്പി, ഞാൻ അതിൽ നിന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുത്തപ്പോ പുള്ളി നെറ്റിൽ നോക്കിയിട്ട് അത് വേറെ ഏതോ സ്ഥലത്ത് നിന്നാണ്. ഞാൻ ആ ബുക്ക് ചെയ്ത് എടുത്ത് കൊടുത്തേ, മനസ്സിലായ? അപ്പൊ ഇതാണ് നീൽസ് ബോറിന്റെ. പിന്നെ ക്ലോഡ് ഷാനോന്റെ എന്തായാലും ഡെഫിനറ്റ്ലി എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വൈശാഖ് നോക്കിയിട്ടുണ്ടോ ക്ലോഡ് ഷാനോന്റെ വർക്കും എന്താണ് അതിന്റെ റെലവൻസ് എന്നുള്ളത്? അതായത് ഇൻഫോർമേഷൻ ഒരു ഫണ്ടമെന്റൽ എൻറ്റിറ്റി ആണെന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിലായി പുള്ളിയുടെ 3 തിയറം. ഫസ്റ്റ് പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മെസ്സേജിന്റെ കണ്ടന്റ് അല്ല മറ്റേ അതിന്റെ വാല്യൂ, അതിന്റെ ഇൻഫോർമേഷൻ മെഷർ തീരുമാനിക്കുന്നത് അതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റിയാണ്. മോർ പ്രോബബിൾ ദ ഇമേജ് അല്ല ദ ഇൻഫോർമേഷൻ ലെസ് ദ മോർ പ്രോബബിൾ ദ ഇൻഫോർമേഷൻ ലെസ് ദ ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് എന്നതാണ്. അപ്പോൾ ഇൻഫോർമേഷൻ കണ്ടന്റ് ഓഫ് എ മെസ്സേജ് എന്ന് പറഞ്ഞത് പ്രോബബിലിറ്റി ഓഫ് ദി
മെസ്സേജ്, അതായത് ടൈംസ്, എന്താ പറയാ, നെഗറ്റീവ് ലോഗരിതം ഓഫ് മെസ്സേജ് ആണ് പ്രാക്ടിക്കലി. അതായത് കുറെ വേർഡ് സീക്വൻസ് വന്നാലാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് പ്രോബിലിറ്റി ആൻഡ് മറ്റേ ഈ ലോഗരിതം വരുന്നത്. അപ്പോ നെഗറ്റീവ് ലോഗരിതം ഓഫ് ദി ഫ്രീക്വൻസി ഓഫ് ദി മെസ്സേജ് ആണ് അതിൽ ഇൻഫർമേഷൻ കണ്ടന്റ് എന്ന് പറയും. അപ്പൊ ഇത് ഏറ്റവും വലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ മൂത്ത മകന് ഈ മറ്റേ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 3 വാടക വീട്ടിൽ താമസിച്ചാണ്. അപ്പോൾ ഈ ഓരോ വാടക വീട്ടിൽ ചെല്ലുമ്പോഴും ആദ്യം പുള്ളി ഒച്ചയുണ്ടാക്കിയിട്ട് നൈബേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ആദ്യമൊക്കെ ആൾക്കാർ എത്തി നോക്കും ഇതെന്താ സംഭവം. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല. അപ്പൊ ഞാനൊരു ബ്ലോഗ് എഴുതി, ക്ലോഡ് ഷോൺ ഈസ് റൈറ്റ് എന്ന്. അതായത് പുലി വരുന്ന പുലി വരിക. ഇപ്പൊ പുലി വരുന്ന പുലിയുടെ മാത്തമാറ്റിക്സ് ആണ് ഫസ്റ്റ് ലോ. മോർ പ്രോബബിൾ ദ മെസ്സേജ് ലെസ് ദ ഇൻഫർമേഷൻ കണ്ടന്റ്. സെക്കൻഡ്, ഒരു ചാനൽ കപ്പാസിറ്റിയും ബാൻഡ്വിഡ്ത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളതാണ്. തേർഡ്, മറ്റേ ഈ ഒരു അനലോഗ് സിഗ്നല് ഡിജിറ്റൽ സിഗ്നൽ ആക്കണമെങ്കിൽ മറ്റേ നൈക്വിസ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഷാനൻ നൈക്വിസ്റ്റ് തിയറം എന്നാണ് പറയണേ. അതായത് ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ട്വൈസ് ദ നമ്പർ ഓഫ് സാമ്പിൾസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിജിറ്റൽ ഇമേജ് അനലോഗായിട്ട് വിത്തൗട്ട് നോയ്സ് ഓർ വിത്തൗട്ട് എന്താ പറയുക ഒരു അബറേഷൻ നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ക്ലോഡ് ഷാനന്റെ. അപ്പോൾ ആ പ്രോസസ്സിൽ പുള്ളി മിനിമം വേരിയബിൾ ലെങ്ത്, മിനിമം എന്താ പറയുക ബിറ്റ് വെച്ചിട്ട് എങ്ങനെ എൻകോഡ് ചെയ്യാം. അപ്പോൾ ഡാറ്റ കംപ്രഷൻ, ഡാറ്റ എൻക്രിപ്ഷൻ, എറർ കറക്ഷൻ, അതിൻ്റെയൊക്കെ ഈ എന്താ പറയുക ഇന്ന് നമ്മൾ കാണുന്ന പുള്ളി ടെലഫോൺസിൻ്റെ കോണ്ടെക്സ്റ്റാണ്. AT&Tയുടെ ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടേഷൻ്റെ മിക്ക കാര്യങ്ങളിലും ഇതുണ്ട്. ക്ലോഡ് ഷാനന്റെ വർക്ക് അറിഞ്ഞിരിക്കുന്നത് പൊതുവേ നല്ലതാണ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് ഒരു സെഷൻ എടുത്താന്ന് തോന്നല്ലേ ശരി? ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് സം റിമാർക്കബിൾ വെസ്റ്റേൺ ഫിലോസഫേഴ്സ് നോക്കാം ഫോർ പ്രോഗ്രാമേഴ്സ്. ബർട്രൻഡ് റസൽ. ഓക്കെ, ഈ ചരിത്രത്തിന് മുമ്പുള്ള കൃതി വായിക്കാൻ നോക്കിയിട്ടുണ്ടോ? ഹലോ, പുള്ളി ഓക്കെ. അപ്പൊ ഈ ബർട്രൻഡ് റസലിന്റെ പൈസ ഉണ്ടോ അവിടെ? ബർട്രൻഡ് റസലിന്റെ ഏതെങ്കിലും കൃതി വായിക്കാൻ നോക്കിയിട്ടുണ്ടോ? പുള്ളിയുടെ ഒരു പുസ്തകമുണ്ട് കേട്ടോ, ഹിസ്റ്ററി ഓഫ് വെസ്റ്റേൺ ഫിലോസഫി. മിക്ക ഫിലോസഫേഴ്സിന്റെ വർക്കിനെ കുറിച്ചൊരു 3 പേജൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഒരു നല്ല പുസ്തകമാണ്. പിന്നെ ബർട്രൻഡ് റസലിന്റെ ഒരു പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളൊരു ഈ ഫിലോസഫിക്കൽ ലെവലില് ക്രിസ്ത്യാനിറ്റിയുടെ ക്രിട്ടീക്കാണ് വൈ ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ. ഓക്കെ, പിന്നെ വേറൊരു ബുക്ക് മാർക്സിസത്തെ കുറിച്ച് പുള്ളി എഴുതിയിട്ടുണ്ട്, ബോൾഷെവിക് റെവല്യൂഷനെ കുറിച്ചൊക്കെ. പിന്നെ എന്താ പറയാ ABC ഓഫ് റിലേറ്റിവിറ്റി നല്ലൊരു ബുക്കാണ്. കോൺക്വസ്റ്റ് ഓഫ് ഹാപ്പിനെസ്, പിന്നെ റോഡ് ടു ഫ്രീഡം, അത് ഇന്ത്യ ചൈന വാർ അതിനെ കുറിച്ചൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്കെപ്റ്റിസിസം അതിനെ കുറിച്ചൊക്കെ പുള്ളി ഇതുണ്ട്, അവർ നോളജ് ഓഫ് ദി എക്സ്റ്റേണൽ വേൾഡ്. പിന്നെ ഒരു റിമാർക്കബിൾ ബുക്ക് ഹ്യൂമൻ നോളജ് സ്കോപ്പ് ആൻഡ് ലിമിറ്റ്സ് ആണ്. ഒരു വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സിൽ പുള്ളി ഇത് ചെയ്യാൻ മാത്രമല്ല, പുള്ളിക്ക് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടി 1950. അപ്പോ നെക്സ്റ്റ് ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻ. ഇപ്പൊ ജർമ്മനിയില് എത്ര സ്ട്രാസെ കണ്ടു ലുഡ്വിഗ് എന്നുള്ള പേരുള്ള? ഉറങ്ങിയോ? ഇങ്ങനെ ഇന്ററാക്റ്റീവ് ആയില്ലെങ്കിൽ നമ്മളിത് തീർക്കണ്ടേ?
ഉം? എനിക്കിവിടെ പറഞ്ഞത് എല്ലാരും ശരത്തോടോ ഉറങ്ങിയോ? ഇല്ല ഞാണ്ട് അല്ല അപ്പൊ നിങ്ങള് റസലിന്റെ വല്ല ബുക്ക് വായിച്ചിട്ടുണ്ടോ? റസലിൻ്റെ ബുക്ക് ഇപ്പോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? വാങ്ങിച്ചെല്ലാം ഒരുമാതിരിയൊക്കെ. കോൺക്വസ്റ്റ് ഓഫ് ഹാപ്പിനെസ് ഒക്കെ ഞാൻ കുറേ സ്കിം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു മാത്തമാറ്റിക്കൽ ഫിലോസഫി. അതൊരു അത് ഞാൻ പറയാൻ പറ്റില്ല, അത് എല്ലാവരും വായിക്കണ്ട. ചില കണ്ണുറക്കാം നമുക്ക് ശരിക്കും, കാരണം മാത്തമാറ്റിക്സ് നമുക്ക് അപ്രോച്ചബിൾ സബ്ജക്റ്റ് ആയിട്ട് മാറും. ഓഫ് കോഴ്സ് നമ്മൾ ഇത്തിരി ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങും മറ്റേ അബ്സ്ട്രാക്ട് ആൾജിബ്രയൊക്കെ ഇത്തിരി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള ഇത് പിടിയിട്ട് അതെ അതെ. അല്ല മറ്റേ കമ്പ്യൂട്ടേഷണൽ ആസ്പെക്റ്റിൽ നിന്ന് ഇപ്പോൾ റെപ്രസെൻറ്റേഷൻ ആസ്പെക്റ്റിലോട്ടൊക്കെ ഇങ്ങനത്തെ ബുക്കൊക്കെ കിടലം ബ്രിഡ്ജാന്നാണ് എനിക്ക് മാത്സിൻ്റെ. എന്താ പറയാ, ഇപ്പൊ ലോജിക്കൽ ആറ്റമിസം, മറ്റേ പോസിറ്റിവിസം, പിന്നെ ബ്രിട്ടീഷ് എംപരിസിസം, എല്ലാത്തിന്റെയും ഒരു ഇതാണ്. ലുഡ്വിഗ് വിറ്റൻസ്റ്റൈൻ്റെ ഏതൊക്കെ കൃതികൾ വായിച്ചിട്ടുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ 2 കൃതിയേ ഉള്ളൂ കേട്ടോ പുള്ളിക്ക്. അതായത് ഒന്ന് ട്രാക്റ്റസ് ലോജിക്കോ ഫിലോസഫിക്കസ്, മറ്റേത് ഫിലോസഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ ഈയിടയ്ക്ക് ഒരു മലയാളത്തിലെ ഒരു JNUവിലെ ഒരു പ്രൊഫസറുണ്ട്, ബാബു തളിയത്ത് എന്ന് പറഞ്ഞു. ബാബു തളിയത്തും പിന്നെ ഒരു ദില്ലി ഡാലിയോ അങ്ങനെ ഒരു മലയാളം യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഒരു 58 മിനിറ്റ് ഇന്റർവ്യൂ ഉണ്ട്. ഈ ട്രാക്റ്റസ് ലോജിക്കോ ഫിലോസഫിക്കസ് ആണ് അതിലെ പ്രതിപാദന വിഷയം. അപ്പോൾ അതില് ഈ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നൊരു ഈ വായിക്കാം. ഇങ്ങനെ ഇത് സൂം ചെയ്യണേ. റസലൊക്കെയുള്ള ഇൻട്രക്ഷൻ. എൻ്റെ The world is everything. That is the case. The world is the totality of facts, not of things. The world is determined by the facts, and by these being all the facts. For the totality of facts determines both what is the case and also all that is not the case. The facts in the logical space are the world. The world divides into facts. What is the case? The fact is the existence of atomic facts. എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഈ ഒരു സഹായി ഇല്ലാതെ വായിക്കാൻ പറ്റാത്ത പറ്റുമെന്ന് തോന്നുന്നുള്ളത്. ശരിക്കും ഇതിലെ ലാസ്റ്റ് സെന്റൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത് ജർമ്മനിലും ഉണ്ടോ? Whereof one cannot speak, thereof one must be silent എന്ന്. അതായത് ലിമിറ്റ് ഓഫ് ദി ലാംഗ്വേജ് ഈസ് ലിമിറ്റ് ഓഫ് ദി തോട്ട് എന്നാണ് പുള്ളി. ലിമിറ്റ് ഓഫ് ഫിലോസഫി. അപ്പൊ ഇതിന്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഹയറാർക്കിക്കലായിട്ട് ക്ലോസ് മെയിൻറ്റെയിൻ, മറ്റേ സെന്റൻസസ് എഴുതിയാണ്. ശ്രദ്ധിച്ചാ
ഇതിന്റെ ഈ എന്താ പറയാ ശരിക്കും 6.41 എന്ന് പറയാ അങ്ങനെ ആ നമ്പറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എവിടെയാണ് ഇതിന്റെ ക്ലോസ് എന്ന്. എനിക്കറിയില്ല, ഇത് എന്റെ കയ്യില് ഇതിന്റെ കോപ്പി നാട്ടിലുണ്ട്, ഇവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബട്ട് ഹാവൻ അണ്ടർസ്റ്റുഡ് ഇറ്റ്. എന്നുവെച്ചാൽ അത് മുഴുവൻ ലോജിക് ഈസ് നോട്ട് എ തിയറി ബട്ട് എ റിഫ്ലക്ഷൻ ഓഫ് ദി വേൾഡ്. ലോജിക് ഈസ് ട്രാൻസെൻഡന്റ്. ഓക്കെ, mathematics is a logical method. The propositions of mathematics are equations and therefore pseudo proposition. Mathematical proposition express no thoughts. In life it is never a mathematical proposition which we need, but we use mathematical proposition only in order to infer from propositions which do not belong to mathematics. You got it. വായിക്കാൻ പറ്റില്ല. പിന്നെ നോം ചോംസ്കി. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു. ചോംസ്കി ഹൈറാർക്കി എനിക്ക് എപ്പോഴും വരുന്ന ഈവൻ ടൈപ്പ് 3 ആണ്. ടൈപ്പ് 3 റെഗുലർ ഗ്രാമർ, ഫൈനൈറ്റ് ഓട്ടോമേറ്റ വെച്ചാണ്. ടൈപ്പ് 2 കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. ടൈപ്പ് 1 കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ ആണ് അതിന്റെ. ഇതിനെല്ലാത്തിനും മെഷീൻ ഫോർമുല ഉണ്ട്. അപ്പൊ ടൈപ്പ് 3നെ റെഗുലർ ഗ്രാമർ എന്നും, ടൈപ്പ് 2നെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്നും, ടൈപ്പ് 1നെ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ എന്നും, മറ്റേ ടൈപ്പ് 0നെ മറ്റേ എന്താ പറയാ അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുലിസം ഫൈനൈറ്റ് ഓട്ടോമേറ്റ, മറ്റേ എന്താ പറയുക പുഷ് ഡൗൺ ഓട്ടോമേറ്റ, ലീനിയർ ബൗണ്ടഡ് ഓട്ടോമേറ്റ, ട്യൂറിംഗ് മെഷീൻ. ഇതാണ് ചോംസ്കിയുടെ മറ്റേ ലേറ്റ് ആൻറ്റി ഡിസ്എസ്റ്റാബ്ലിഷ് അതന്നെ ആൻറ്റി. ഇതാണ് ഇംഗ്ലീഷിലെ വൺ ഓഫ് ദി ലോങ്സ്റ്റ് വേർഡ് ആണെന്നാണ്. ഇതാണ് ചോംസ്കിയുടെ പരിപാടി. പിന്നെ ഗോഡൽ എഷർബാക്ക്. അപ്പൊ ഗോഡൽ എഷർബാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് എഷർ പെയിന്റിംഗ് ഒന്ന് കാണിച്ചിട്ട് നിർത്താം. ഇപ്പൊ ഈ ഷേപ്പിന്റെ പെൻഡ്രോ സ്റ്റൈൽ എന്ന് പറയണേ ഈ സാധനത്തിനെ. അപ്പൊ ഗോഡൽ ഒരു ഓസ്ട്രിയൻ ലൊജീഷ്യനാണ്, ബാക്ക് ഒരു ജർമ്മൻ മ്യൂസീഷ്യനാണ്, എഷർ ഒരു ഡച്ച് പെയിന്റർ അല്ല, വുഡ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എഷർ പെയിന്റിംഗ് ഒന്ന് നോക്കിയാണ്. പെയിന്റിംഗ് അല്ല, വുഡ് വർക്ക് എന്നാണ്. ഇതൊരു റിമാർക്കബിൾ ഡയഗ്രാം. ഇത് കണ്ടില്ലേ, ഫാൾസ് പെർസ്പെക്റ്റീവാ. ഇതൊരു പുള്ളി 3D സ്റ്റുഡിയോ മാക്സിൽ അനിമേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അനിമേറ്റ് അല്ല, പുള്ളി മോഡൽ ചെയ്ത്. ഇതാണ് എഷർ പെയിന്റിങ്. ഇത് പല ഡയറീസിലൊക്കെ വരുമല്ലോ, ഓർക്കണ്ട എഷർ പെയിന്റിങ്ങിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ ഒരു കോൺട്രവേഴ്സി. ഇത് ആളാണോ മറ്റേ ഇതാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. കുറെ ഇതൊരു ഭയങ്കര പുള്ളിയുടെ തന്നെ പോർട്രേറ്റ്. ഗോഡൽ എഷർബാക്കിന്റെ ഒരു കോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. അപ്പോ നമുക്കിതൊന്ന് സമപ്പ് ചെയ്യാം.
അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് എന്താ പറയാ, നമ്മള് ഒരു കാര്യം പഠിക്കുമ്പോൾ വാട്ട്, ഹൗ, വൈ, വെൻ, വേർ, ഹു, ഈ 6 ഡയമെൻഷൻസിൽ നമ്മൾ പഠിക്കുന്നത് നല്ലതായിരിക്കും. അതിനൊപ്പം തന്നെ ചരിത്രപരത നമ്മുടെ പഠനത്തിൽ വേണം. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഇപ്പോൾ .NET ഡെവലപ്പറാണ്, നിങ്ങൾക്ക് നാളെ ജാവയിൽ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ .NETലെ ടെക്നിക്സും ടൂൾസും മാത്രം കൊണ്ടുപോയാൽ പോരാ. ഈ .NETന്റെയും ജാവയുടെയും എവല്യൂഷനും ഈ എന്തൊക്കെയാണ് ചേഞ്ചസ്, ഏതൊക്കെ കാലഘട്ടത്തിൽ വന്നു, ഏതൊക്കെ പേഴ്സണാലിറ്റീസ് ആണ് ഈ ഇതിൽ ഇൻവോൾവ് ആയത്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു അറിവ് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് ഈ വെബ് പ്രോഗ്രാമിംഗ് മോഡൽ കൊണ്ടുവന്നപ്പോൾ ഒരു വിൻഫോംസ് എന്നുള്ളൊരു മോഡലാണ് കൊണ്ടുവന്നത്. ജാവയാണെങ്കിൽ MVCയിലാണ് റിലേ ചെയ്തത്. എന്ന സ്ഥാനത്ത് alt.net എന്നുള്ളൊരു ഗ്രൂപ്പ് ഈ റൂബി ഓൺ റെയിൽസും മറ്റേലൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് മൈക്രോസോഫ്റ്റിനെ പ്രഷറൈസ് ചെയ്തിട്ടാണ് ഈ സ്കോട്ട് ഹാൻസൽമാനെയൊക്കെ വെച്ചിട്ട് മൈക്രോസോഫ്റ്റ് ASP.NET MVC ഉണ്ടാക്കിയത്. ആഫ്റ്റർ ദാറ്റ് മൈക്രോസോഫ്റ്റ് ഹാസ് ലുക്ക്ഡ് ബാക്ക്. വെബ് പ്രോഗ്രാമിംഗ് മോഡലിന് മൈക്രോസോഫ്റ്റിന്റെ വൺ ഓഫ് ദി, അപ്പോൾ അതിലെ ഒരാൾ ഫൗണ്ടേഷൻസ് ഓഫ് പ്രോഗ്രാമിംഗ് എന്നുള്ളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ അണ്ടർസ്റ്റാൻഡിങ് ദ ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ ഓഫ് പ്ലാറ്റ്ഫോം. ഇപ്പോൾ JSF എന്നുള്ളൊരു ടെക്നോളജി ഉണ്ട് ജാവയിൽ, അത് വിൻഫോംസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേര് ജാവ സെർവർ ഫേസസ് എന്നാണ്. അപ്പം ഞാൻ കളിയാക്കി ജാവ സെർവർ ഫീസസ് എന്ന് വിളിക്കുമായിരുന്നു. അത് വിളിച്ചിട്ട് 3-4 കൊല്ലം കഴിഞ്ഞില്ല, അതിൽ തന്നെ ഒരു പ്രൊജക്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ എന്താണോ പറയുന്നത്, യു ഹാവ് ടു സോൾവ് അവർ പ്രൈഡ് ആൻഡ് ഡു ഇറ്റ്സ്. ഓക്കെ, പിന്നെ വാട്ട്, വൈ, ഹൗവിനെ ഒബ്ജക്റ്റീവ് നോളജ് എന്നും വേർ, വെൻ, വൈനെ സബ്ജക്റ്റീവ് നോളജ് എന്നും നമുക്ക് വിളിക്കാം. പിന്നെ എന്താ പറയുക, ഈ വാല്യൂ ന്യൂട്രാലിറ്റി, അപ്പോൾ മിക്ക ആൾക്കാരും പറയും ആരും ഇവിടെ അതൊക്കെ തന്നെയല്ലോ, നമുക്ക് ഒബ്ജക്റ്റീവ് നോളജിൻ്റെ കാര്യമില്ല, ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല, പലപ്പോഴും പശ്ചാത്തലം ഓഫ് ദി സയൻറ്റിസ്റ്റ് ഓർ ദ ഫിലോസഫർ ഓർ മാത്തമാറ്റീഷ്യൻ സേസ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ ഈ ക്രോസ് പോളിനേഷൻ ഓഫ് ഐഡിയാസ്, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി, അതായത് ലോകത്തുള്ള എല്ലാ ബ്രൈറ്റ് മൈൻഡ്സിനെ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഈ 1930s മുതൽ കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാഡ് എ റിമാർക്കബിൾ ഇമ്പാക്റ്റ് ഇൻ ലോട്ട് ഓഫ് ഡിസിപ്ലിൻസ് അക്രോസ് ദ ഗ്ലോബ്. ഓക്കെ, പിന്നെ ഈ നമ്മൾ ഡേവിഡ് ഇൽബർട്ട് പുള്ളിയുടെ 23 പ്രോബ്ലത്തിനെ കുറിച്ചും, പ്രോബ്ലം നമ്പർ 2 ക്യാൻ മാത്തമാറ്റിക്സ് ബി റെഡ്യൂസ്ഡ് ടു ലോജിക്. അപ്പോൾ 3 ക്രൈറ്റീരിയ, കൺസിസ്റ്റൻസി, കംപ്ലീറ്റ്നെസ് ആൻഡ് ഡിസൈഡബിലിറ്റി ആയിരുന്നു. അത് അരിത്തമാറ്റിക്കിൽ പോലും അത് സാധിക്കില്ല എന്നുള്ളത് ഗോഡലിലെ ഒരു ഇൻജീനിയസ് സ്കീം വഴി, അതിനെക്കുറിച്ച് നമ്മൾ ഈ ഗോഡലിൻ്റെ പ്രൂഫിനെ കുറിച്ച് എൻ്റെ ഒരു സെഷൻ നമ്മൾ എടുക്കുന്നതായിരിക്കും. പുള്ളി ഇത് സോൾവ് ചെയ്യാനായത് ആ ഒരു പ്രോസസ്സിൽ ബർട്ടൺ റസലും ആൽഫ്രഡ് നോർത്ത് വൈറ്റഡും അവർ എന്താ പറയുക, റിക്കർസീവ്ലി എന്യൂമറബിൾ സെറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് അവരെത്തിയിട്ട് അവർക്ക് എന്താ പറയുക, ഈ ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഉണ്ടായി. അതായത് അവരതിനെ വിളിച്ചത് ബാർബർ പാരഡോക്സ് എന്നാണ്, അല്ലെങ്കിൽ റസൽസ് പാരഡോക്സ് എന്ന് പറഞ്ഞ് വായിച്ചാലും മതി. സെറ്റ് ഓഫ് ഓൾ സെറ്റ്സ് വിച്ച് ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദെംസെൽവ്സ്, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ബർട്ടൺ റസൽ ഉണ്ടാക്കിയ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ്, ഒരു സ്റ്റോറിയാണ്. ഇൻ എ സർട്ടൻ village there exists a barber who will shave anyone who hasn't shaved themselves. അപ്പോൾ will that barber shave എന്നുള്ളതാണ് ചോദ്യം. ബാർബർ ഷേവ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഷേവ് ചെയ്യില്ല എന്ന് പറഞ്ഞാലും മറ്റേ എന്താ പറയുക, ഷേവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊപ്പോസിഷൻ തെറ്റാണ്, ഷേവ് ചെയ്യില്ല എന്ന് പറഞ്ഞാലും ആ പ്രൊപ്പോസിഷൻ തെറ്റാണ്. അപ്പോൾ ഈ എന്താ പറയുക, ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ വയലേറ്റ് ചെയ്യുന്നതുകൊണ്ട് കോൺട്രഡിക്ഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ അതാണ് പ്രോബ്ലം നമ്പർ 2ൻ്റെ കാര്യത്തിൽ. പ്രോബ്ലം നമ്പർ 10ൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ ഡിസിഷൻ പ്രോബ്ലമാണ്. ക്യാൻ മാത്തമാറ്റിക്സ് ബി മെക്കാനിക്കലി റെഡ്യൂസ്ഡ് ടു ലോജിക്. ഒരു മെഷീനിന് ലോജിക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഐഡിയ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ കൂടി നിങ്ങൾ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ലോജിക്കിലോട്ട് റെഡ്യൂസ് ചെയ്യും. ഒരു മെഷീൻ അത് വെരിഫൈ ചെയ്തിട്ട് തിയറം പുറത്തേക്ക് വരും. അപ്പോൾ മെക്കനൈസേഷൻ ഓഫ് മാത്തമാറ്റിക്സ് എന്നാണ്. ഇപ്പോൾ ഹിൽബർട്ടിൻ്റെ വലിയ ഡ്രീമായിരുന്നു, അത് തകർത്തത് അയാളുടെ സ്റ്റുഡൻ്റാണ്
പിന്നെ ഈ അയാളുടെ 10th പ്രോബ്ലം അലൻ ട്യൂറിങ്ങും എന്താ പറയുക ജോൺ വോൺ നോയ്മനും അലോൺസോ ചർച്ചും അതിലോട്ട് അപ്ലൈ ചെയ്തു. പിന്നെ കുറെ ഇപ്പൊ ഈ ജോർജ് കാൻഡറിന്റെ ഡയഗണലൈസേഷൻ ആർഗ്യുമെന്റ് മാതിരിയുടെ സോൾട്ടിങ് പ്രോബ്ലം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അലൻ ട്യൂറിങ് 3 കോൺട്രിബ്യൂഷൻ പുള്ളിയുടെ മേജർ ആയിട്ടുണ്ട്. കോഡ് ബ്രേക്കിംഗ്, ക്രിപ്റ്റോഗ്രഫിയുടെ ഒരു പയനിയറാണെന്ന് പറയാം, ഡിജിറ്റൽ ക്രിപ്റ്റോഗ്രഫിയുടെ അറ്റ്ലീസ്റ്റ്. ആൻഡ് ഈ ഹാസ് ബിൽഡ് മെഷീൻസ്. പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സ്, അങ്ങനെ ബയോ ഇൻഫോർമാറ്റിക്സ് അല്ല, ഈ കുറെ ക്യാവോസ് തിയറി, അതിലൊക്കെ പുള്ളി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പിന്നെ ട്യൂറിംഗ് ടെസ്റ്റ് ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ ട്യൂറിംഗ് മെഷീൻ. അപ്പോൾ പിന്നെ കൊളോസസ് എന്നുള്ളൊരു കമ്പ്യൂട്ടറിലും പുള്ളിയുടെ ഇതുണ്ടായിരുന്നു. പുള്ളിയുടെ ബയോഗ്രഫി ഒക്കെ വായിക്കുന്ന നല്ലതായിരിക്കും. ബ്രിട്ടൻ ശരിക്കും പുള്ളിനെ മിസ്ട്രീറ്റ് ആയത്. കാരണം അവരുടെ പേടി എന്തായിരുന്നു വെച്ചാൽ പുള്ളി അങ്ങനെ സോവിയറ്റ് യൂണിയന്റെ കയ്യിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ പുള്ളിനെ ഒരു ഹോമോസെക്ഷൽ ആണെന്ന് പറഞ്ഞിട്ട് അക്യൂസ് ചെയ്തിട്ട് കാസ്ട്രേഷൻ നടത്തി. അവർ അറ്റ്ലീസ്റ്റ് സംഘന്റെ ഇതുണ്ട്, പുള്ളി അങ്ങനെ സൂയിസൈഡ് ചെയ്തോ മരിക്കോ എന്തോ ചെയ്തു. ഇതാണ് അലൻ ട്യൂറിങ്ങിന്റെ ട്രാജിക്. ഇതിന് ജോൺ വോൺ ന്യൂമാൻ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. പുള്ളി ഒരു കൺസിസ്റ്റന്റ് ആന്റി സോവിയറ്റ് കക്ഷിയായിരുന്നു. പുള്ളി ന്യൂക്ലിയർ റിയാക്ടറിന്റെ ഇതിലൊക്കെ എന്താ പറയാ റേഡിയേഷൻ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഹിസ് കോൺട്രിബ്യൂഷൻ ടു ഡെഫിനിഷൻ ഓഫ് കാർഡിനൽ ആൻഡ് ഓർഡിനൽ നമ്പർ, ക്വാണ്ടം ഫിസിക്സ്. പിന്നെ എന്താ പറയാ ഹി യൂസ് ടു എന്താ പറയാ ഇൻവെസ്റ്റിഗേറ്റ് തിങ്സ്. റിമാർക്കബിൾ മാത്തമാറ്റിക്കൽ റിഗർ ഉണ്ടായിരുന്ന കക്ഷിയാണ്. അപ്പോൾ പുള്ളി 1957 മരിച്ചത്. പിന്നെ സം റിമാർക്കബിൾ സയന്റിസ്റ്റ് വന്നപ്പോൾ ഐൻസ്റ്റൈനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ നീൽസ് ബോർ, കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ, അത് ശരിയാണെന്നും ശരിയില്ലെന്നും ഇപ്പോൾ പല സ്ട്രിംഗ് തിയറി, എം തിയറി, അതൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്ലാഡ് ഷോണന്റെ 3 ഫണ്ടമെന്റൽ ഇത് തന്നെ, അതായത് ഇൻഫർമേഷൻ കണ്ടന്റ് ഓഫ് എ മെസ്സേജ്, പിന്നെ ചാനൽ കപ്പാസിറ്റി, പിന്നെ സാമ്പിളിംഗ് തിയറം. ഈ 3 തിയറം ശരിക്കും പറഞ്ഞാൽ ഇൻഫർമേഷൻ ഒരു എന്താ പറയുക ഒരു റിയൽ തിങ് ആയിട്ട് ആവിർഭവിക്കുക ചെയ്ത് ഇന്ന് നമ്മൾ കമ്പ്യൂട്ടിംഗ് ഒക്കെ പലരും പറയുന്നത് ഒരു 20 കൊല്ലെങ്കിലും പുള്ളി സേവ് ചെയ്തോന്നാണ്. പിന്നെ വെസ്റ്റേൺ ഫിലോസഫേഴ്സ് പറയുമ്പോൾ റസൽ ഒരു വായിച്ചിരിക്കേണ്ട ഒരു ഫിലോസഫറാണ്. അയാളുടെ കുറച്ച് കൃതികളെ കുറിച്ച് കാണുമ്പോൾ അനുസരിച്ച്. പിന്നെ ലുഡ്വിഗ് വിറ്റ്ഗൻസ്റ്റൈൻ്റെ 2 കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഒന്ന് ട്രൂത്ത് ടേബിൾ പുള്ളിയുടെ കോൺട്രിബ്യൂഷനാണ്, പിന്നെ ഫാമിലി റിസംബ്ലൻസ് തിയറം. പിന്നെ പുള്ളിയുടെ ട്രാക്ടേഴ്സിലെ പല കോട്ട്സും എന്താ പറയുക ബട്ട് വി കനോട്ട് സ്പീക്ക് വി ഷുഡ് ലീവ് ഇറ്റ് ഇൻ സൈലൻസ് എന്ന് പറയുന്നത് ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഒരു റിമാർക്കബിൾ ഇൻഡിവിജ്വൽ ആയിരുന്നു നോം ചോംസ്കി. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം, ആന്റി ഡിസ്എസ്റ്റാബ്ലിഷ്മെന്റേറിയനിസം ആണ് പുള്ളിയുടെ പണി. അപ്പോൾ പുള്ളിയുടെ ചോംസ്കി ഹയറാർക്കി, അതായത് ഇപ്പോൾ ടൈപ്പ് 3, ടൈപ്പ് 2, ടൈപ്പ് 1, ടൈപ്പ് 0. ടൈപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, റെഗുലർ ഗ്രാമർ. ഇതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലിൻ്റെ പേര് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ. അതിന് മെമ്മറി ലെസ് ഇതാണ്, ഒരു ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് മാതിരിയാണ് അതിരിക്കുന്നത്. അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി തോംസൺസ് കൺസ്ട്രക്ഷൻ അങ്ങനത്തെ മെത്തേഡുണ്ട്. പിന്നെ ടൈപ്പ് 2 എന്നുള്ളത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമലിസം പുഷ് ഡൗൺ ഓട്ടോമാറ്റിക്കാണ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക ഈ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമറാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമലിസം ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ടൈപ്പ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺറെസ്ട്രിക്റ്റഡ് ഗ്രാമറാണ്. അത് ട്യൂറിംഗ് മെഷീൻ വെച്ചിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഇതാണ് ചോംസ്കി ഹയറാർക്കി. പിന്നെ ഈ ഗോഡൽ എഷർബാക്ക്, കേർട്ട് ഗോഡലിനെ കുറിച്ച് നമ്മൾ ആൾറെഡി എൻകൗണ്ടർ ചെയ്തു. ഹിൽബർട്ടിന്റെ ഡ്രീം ഷാറ്റർ ചെയ്താണ്. പിന്നെ എഷർ ഒരു വുഡ് വർക്ക്, പുള്ളിയുടെ എഷറിന്റെ ഫാൾസ് പെർസ്പെക്റ്റീവ് കുറെ പെയിന്റിങ്സ് അല്ല വുഡ് വർക്ക് കാണണം. പിന്നെ ബാക്ക് എനിക്ക് മ്യൂസിക്കിന് അധികം ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഡഗ്ലസ് ഹോഫ്സ്റ്റാഡറിന്റെ പല പുസ്തകങ്ങളുണ്ട്. മാജിക്കൽ തീമാസ്, ഐ എം എ സ്ട്രേഞ്ച് ലൂപ്പ്, അങ്ങനെ പല കാര്യങ്ങൾ പുള്ളി എന്താ പറയുക പൊതുവെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ബുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് റീഡാണ്. ഇനി അറ്റ്ലീസ്റ്റ് അത് ബുക്ക് ഷെൽഫിലെടുത്ത് വെച്ചാൽ നിങ്ങളൊരു പണ്ഡിതനാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. മേ ബി ഇറ്റ് ക്യാൻ ബി ലൈഫ് ലോങ് പ്രൊജക്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ബുക്ക്, ഹൗ മച്ച് റെലവെന്റ് ഇറ്റ് ഈസ്, ബട്ട് ഇറ്റ് വിൽ ഗീവ് യു ഫുഡ് ഫോർ തോട്ട് ഫോർ ഷുവർ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ
ഒരു പുതിയ ആശയമാണ് മുന്നോട്ട് വെച്ചത്. ഒരു ലോജിക്കോ ഹിസ്റ്റോറിക്കൽ സെൻസിൽ മറ്റേ ഏജന്റിന്റെ റിലേഷൻഷിപ്പും പിന്നെ ഈ സ്പേസ് ടൈമും ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്തിനെ സമീപിക്കാൻ. അങ്ങനെ നമ്മൾ കുറേ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വിൽ ബി ഹാവിങ് എ ബെറ്റർ ഓർ റെപ്രസെൻറ്റേറ്റീവ് വേൾഡ് വ്യൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.